ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം വിമതരുടെ വ്യാഖ്യാനം വിശ്വസിക്കരുത്. ഈശോയുടെ പെസഹ ചൊവ്വാഴ്ചയായിരുന്നു, ബുധനാഴ്ചയായിരുന്നു, വ്യാഴാഴ്ചയായിരുന്നു. ഈശോയുടേത് യഹൂദ പെസഹ ആയിരുന്നു. നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഈശോ ജനാഭിമുഖമായിട്ടാണ് അന്ത്യത്താഴം കഴിച്ചതെന്നും ബലിയർപ്പിച്ചതെന്നും സ്ഥാപിക്കാനായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അവരോട് ചേർന്ന് നിൽക്കുന്നവരും പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. 15ാം ശതകത്തില് ലിയനാർഡോ ഡാവിഞ്ചി വരച്ച ചിത്രമാണ് അതിന് ആധാരമായിട്ട് അവര് എടുത്തിരിക്കുന്നത്. ലിയനാർഡോ ഡാവിഞ്ചി ജനിച്ചത് 1452 മരിച്ചത് 1519 അതായത് 15, 16 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. ഈ അന്ത്യത്താഴത്തിന്റെ ചിത്രം അദ്ദേഹം വരച്ചത് 1498 15ാം ശതകത്തിന്റെ അവസാനത്തിൽ. ആ ചിത്രം ഡാവിഞ്ചി വരച്ചിരിക്കുന്ന പല പള്ളികളിലൊക്കെ നമ്മളത് വെച്ചിട്ടുണ്ട്. അന്ത്യത്താഴത്തിന്റെ ചിത്രം 15ാം നൂറ്റാണ്ടിൽ വരച്ച ആ ചിത്രമാണ് ചരിത്ര സത്യം എന്ന് കണക്കാക്കിയിട്ടാണ് ഇവർ വ്യാഖ്യാനം നൽകുന്നത്. നിങ്ങൾ ഡാവിഞ്ചി കോഡ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഡാവിഞ്ചി കോഡ് അത് കൂടുതലും പ്രസിദ്ധമായത് ദാൻ ബ്രവൻ എഴുതിയ ഡാവിഞ്ചി കോഡ് എന്ന ആ നോവല്, പിന്നെ അതിന്റെ വെളിച്ചത്തിൽ തയ്യാറാക്കപ്പെട്ട ചലനചിത്രം. അതിനു മുമ്പ് തന്നെ യൂറോപ്പിലൊക്കെ ഹോളി ബ്ലഡ്, ഹോളി ഗ്രേയില്, വിശുദ്ധ രക്തം, വിശുദ്ധ കാസ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു നോവൽ ഉണ്ടായിരുന്നു. അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ദാൻ ബ്രവൻ ഡാവിഞ്ചി കോഡ് തന്നെ എഴുതിയത്. അതിനെതിരെ അദ്ദേഹത്തിന് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. കോപ്പി അടിച്ചിട്ടുണ്ട്, എന്നാലും മുഴുവൻ കോപ്പി അടിയല്ല എന്നെല്ലാം വിധിച്ചിട്ടാണ് കോടതി അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി പ്രസ്താവിച്ചതൊക്കെ. അപ്പോൾ ഈ ഡാവിഞ്ചി കോഡ് എന്നുള്ള ആ കോഡ് എടുത്തിരിക്കുന്നത് പോലും ഈ ഡാവിഞ്ചിയുടെ ചിത്രത്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്നൊരു ചിന്തയുണ്ട്. അത് മുഴുവൻ സത്യമാകണമെന്നില്ല, എന്നാലും ചിന്തയുണ്ട്. പക്ഷെ ഡാവിഞ്ചിയുടെ ചിത്രത്തിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ അന്ത്യത്താഴത്തിന്റെ ചിത്രത്തിനകത്ത് ഒന്ന്, മിലാനിലെ കാരാഗൃഹത്തിൽ നിന്നുള്ള ആണുങ്ങളെ കൊണ്ടുവന്നിട്ട് മോഡലായി കൊണ്ടുവന്നിട്ടാണ് ഡാവിഞ്ചി അത് വരച്ചത്. ചിലരൊക്കെ പറഞ്ഞിരുന്നത് ഡാവിഞ്ചി എല്ലാം ഈ 12 സ്ലീഹന്മാരും ഈശോയും സ്ത്രീകളായിരുന്നു. അതിലെല്ലാവർക്കും താടിയും മുടിയൊക്കെ കൊടുത്ത് 12 പേരെയും ആണുങ്ങളാക്കി ഒരാളെ ആണാണോ പെണ്ണാണോ എന്ന മട്ടില് നിലനിർത്തി എന്നൊക്കെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ പെണ്ണുങ്ങളല്ല മോഡലായിരുന്നത്. മിലാനിലെ കാരാഗൃഹത്തിൽ നിന്നുള്ള ആളുകളെയാണ് കൊണ്ടുവന്ന് മോഡലായി ഈ 13 പേരുടെയും ചിത്രം അങ്ങനെയാണ് വരച്ചത്. പക്ഷേ ആ ചിത്രത്തിനകത്ത് കാസയില്ല. പിന്നെ യേശു സ്നേഹിച്ച ശിഷ്യനും ഇരിക്കുന്നത് ഇങ്ങനെ ഒരു വി ആകൃതിയിലാണ്. വി ആകൃതിക്ക് ഒരു സെക്ഷൽ ലൈംഗിക ചുവയുണ്ട്. അതുപോലെ വസ്ത്രങ്ങളും അതുപോലെ തന്നെയാണ്. ഈശോയുടെ രൂപത്തിന് ചുവപ്പും നീലയുമാണ്. ചുവപ്പ് ഉള്ളിലും പുറത്ത് നീലയും. യോഹന്നാന് നേരെ നീലയും ചുവപ്പും കൊടുത്തു യേശു സ്നേഹിച്ച ശിഷ്യന്. പിന്നെ യോഹന്നാന് മാത്രം താടി കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ പല ചിത്രം, ഡാവിഞ്ചിയുടെ പല ചിത്രം നോക്കിയാൽ ആൻഡ്രോഗ്യൂണ എന്ന് പറയും. ആൻഡ്രോഗ്യൂണ എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ഫിഗറാണ്. അതായത് ആൻഡ്രോ എന്ന് പറഞ്ഞാൽ പുരുഷൻ, ഗ്യുണ എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജി, ഗ്യുണ എന്ന് പറഞ്ഞാൽ സ്ത്രീ, ആണും പെണ്ണുമല്ലാത്ത ഒരു ഫിഗർ. അത് ഡാവിഞ്ചിയുടെ പല ചിത്രങ്ങളിലും നമ്മൾ കണ്ടു കാണും. ഈ ആൻഡ്രോഗ്യൂണെ ആണും പെണ്ണും അല്ലാത്ത തരത്തില്, യോഹന്നാൻ ആണും പെണ്ണും അല്ലാത്ത തരത്തില്, ആണാണോ ചോദിച്ചാൽ ആണാണ്, പെണ്ണാണോ ചോദിച്ചാൽ പെണ്ണാണ്, ആ തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവര് അതായത് യേശുവും യോഹന്നാനും സ്വവർഗഭോഗികളായിരുന്നെന്ന് സൂചന നൽകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തെന്ന് ഒരു പക്ഷം. അതേസമയം ഈ ഹോളി ബ്ലഡ്, ഹോളി ഗ്രേയില്, വിശുദ്ധ കാസ, വിശുദ്ധ രക്തം എന്നുള്ള നോവലിനകത്ത് അത് മറിയം മഗ്ദലനയാണ് ആണെന്നും മറിയം മഗ്ദലനയും യേശു തമ്മിൽ കല്യാണം കഴിച്ചിരുന്നെന്നും അവർക്ക് മക്കളുണ്ടായിരുന്നതും ഒക്കെ ഇതിന്റെ വെളിച്ചത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തില് ഈ ചിത്രം യേശുവിനെ അത്ര നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമല്ല ഡാവിഞ്ചിയുടെ ചിത്രം. ഡാവിഞ്ചിയുടെ ചിത്രത്തിന് അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഈ നോവലുകൾ മുഴുവൻ കർത്താവിനെ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ ഡാവിഞ്ചിയുടെ ചിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജനാഭിമുഖ കുർബാനയിലെ വേണമെന്ന് ഈ എറണാകുളം വിമത വൈദികർ ആവശ്യപ്പെടുന്നത്. കർത്താവ് അന്ത്യത്താഴം കഴിച്ചത് ഡാവിഞ്ചി വരച്ച ചിത്രം പോലെയാണെന്നാണ് അവർ പറയണേ. 15ാം നൂറ്റാണ്ടിലെ ബൈബിൾ അടിസ്ഥാനമാക്കിയിട്ടല്ല. കർത്താവ് എങ്ങനെയാണ് ഇരുന്നെന്നും അത് ഇരുന്നല്ല ചരിഞ്ഞ് കിടന്നായിരുന്നെന്നും അത് സി ആകൃതിയിലായിരുന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് ഒന്നുകൂടി കാണാം. അതിലേക്ക് നമ്മളിപ്പോ കടക്കുന്നില്ല. അപ്പൊ ഇപ്പോ ഈ എറണാകുളം വിമത വൈദികരും അവരെ പിന്താങ്ങി നിൽക്കുന്ന അൽമായരൊക്കെ
ഗൗരവത്തോടെ ചിന്തിക്കണം. തിരുവചനങ്ങളിലാണോ നമ്മുടെ വിശ്വാസം അടിസ്ഥാനമിട്ടിരിക്കുന്നത്, അതോ യേശുവിനെ ആക്ഷേപിക്കാൻ വേണ്ടി വരച്ച ദാവിഞ്ചിയുടെ ചിത്രത്തിലാണോ? അത് 15ാം നൂറ്റാണ്ടില്. നിങ്ങളുടെ വിശ്വാസം എന്തിലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്? തിരുവചനത്തിലാണോ അതോ ദാവിഞ്ചിയുടെ ചിത്രത്തിലാണോ? അതും യേശുവിനെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്ന സ്വവർഗഭോഗിയായിട്ടോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പിള്ളേരുള്ളവനായിട്ടോ ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്ന അങ്ങനെയുള്ളൊരു ചിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടാണോ നിങ്ങൾ ജനാഭിമുഖ കുർബാന വേണമെന്ന് വാദിക്കേണ്ടത്? വളരെ ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിക്കണം. ഇതുകൊണ്ടാണ് വിമത വൈദികരുടെ വ്യാഖ്യാനം നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് വിമത വൈദികരുടെ വൈരാഗ്യം ഉണ്ടായിട്ടല്ല, എനിക്ക് അവരാരും അറിയില്ല. അവരെനിക്ക് നേരിട്ട് വ്യക്തിപരമായിട്ടൊരു ദ്രോഹം ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കരുതെന്ന് പറഞ്ഞ് മടങ്ങളായ മടങ്ങളും കയറി ഇറക്കിയൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചെയ്യില്ലേ? അവർക്കെതിരെ ആരെങ്കിലും പറഞ്ഞ ഉടനെ തന്നെ അവരുടെ ചിത്രം അയച്ചു കളയുകയോ ഇടുകയോ ഒക്കെ ചെയ്യും. ഇവരെ ഇല്ലേ, അവരുടെ പുസ്തകങ്ങൾ വാങ്ങിക്കരുത്. അത് വളരെ എന്താ പറയുക, വളരെ അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്നതിനേക്കാളും മോശമായിട്ടുള്ള ഒരു വൈരാഗ്യ ചിന്തയാണ്. എന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കരുത്, എന്റെ പുസ്തകങ്ങൾ വായിക്കരുത്, അങ്ങനെ എത്രയോ പേര് ഉന്നത തലത്തിലിരിക്കുന്നവരും പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം തീർത്തും ബാലിശമായ വൈരാഗ്യ ചിന്തയാണ്. പക്ഷെ ഞാൻ അവരോട് ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുകയുമില്ല. തേലക്കാട്ടത്തിന്റെ പുസ്തകം മറ്റാരും പബ്ലിഷ് ചെയ്യാണ്ടിരുന്നപ്പോൾ പബ്ലിഷ് ചെയ്തവനാണ് ഞാൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം എടുത്തിട്ട് അവർ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ സാഹിത്യ അക്കാദമി എടുത്തു പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അന്നത്തെ തിരക്കഥാകൃത്തായിരുന്ന ജോൺ പോളും തേലക്കാട്ടത്തിനും ഞാനും കൂടിയുള്ള മീറ്റിംഗിൽ ഞാനത് പ്രസിദ്ധപ്പെടുത്താനായിട്ട് ജോൺ പോള് അദ്ദേഹം മാൻപ്രമിച്ച ചെയ്യുമെന്ന് എന്നോട് ചോദിക്കാതെ തന്നെ പറയായിരുന്നു. അങ്ങനെ ഒരു അടുപ്പമുണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ എനിക്കൊരു വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, ശത്രുത ഉണ്ടായി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. ശത്രുതയുള്ളത് കൊണ്ടോ വൈരാഗ്യമുള്ളത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. മറിച്ച് അവർ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നതുകൊണ്ടും അതിന് തെറ്റായ അടിസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടുമാണ് ഞാനത് വിശ്വസിക്കരുത് എന്ന് പറയണേ. തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്ന് നിങ്ങളോട് പറയുന്നത്. പിന്നെ മറ്റൊരു വാദഗതി അവർ പറയുന്നത്, ഈശോ യഹൂദ പെസഹയാണ് ആസ്വദിച്ചതെന്നും അതിനാൽ പുളിപ്പില്ലാത്ത അപ്പമാണ് ഉപയോഗിച്ചതെന്നും പൗരസ്ത്യ സുറിയാനി സഭയായ സീറോ മലബാർ പറയുന്നത് പോലെ മൽക്ക എന്ന് വിളിക്കപ്പെടുന്ന, മൽക്ക രാജാവ് എന്നർത്ഥം, അത് വിളിക്കപ്പെടുന്ന പുളിപ്പുള്ള അപ്പമല്ല ഉപയോഗിക്കേണ്ടതെന്നും ഈ വിമത വൈദികർ പഠിപ്പിക്കുന്നു. ഇതും തെറ്റാണ്, തീർത്തും തെറ്റാണ്, വിശ്വസിക്കരുത്. ഞാൻ ഇന്നത് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട് ഞാൻ പറയുന്ന കാര്യം. തിരുവചനങ്ങൾ അടിസ്ഥാനമില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. ഞാനും അവർ പറയുന്ന പോലെ തെറ്റാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിഗമനത്തിലെത്താം. ഞാൻ തിരുവചനങ്ങൾ അടിസ്ഥാനമിട്ടല്ല പറയുന്നതെങ്കിൽ. വാസ്തവത്തിൽ ഞാൻ ഈ വീഡിയോയിൽ അവസാനത്തിൽ നിങ്ങൾ കേൾക്കാനിരിക്കുന്നത് ഇതാണ്: പുളിപ്പില്ലാത്ത അപ്പം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പുള്ള അപ്പം മൽക്ക ക്രിസ്തുവാണ്. ഇക്കാര്യവും തിരുവചനങ്ങൾ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുകയാണ്. യേശുവിന്റെ അന്ത്യത്താഴത്തിലെ ഇരിപ്പിട രീതി, പാദക്ഷാളനം, അതിന്റെ വിവിധ പൊരുളുകള്, സ്ലീഹന്മാരെ പുരോഹിതന്മാരി വാഴിക്കല്, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശോ യഹൂദ പെസഹയാണോ ആസ്വദിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്, ഈശോ യഹൂദ പെസഹയാണോ ആസ്വദിച്ചത്. യഹൂദ പെസഹയാണെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പമാണ്. യഹൂദ പെസഹയല്ലെങ്കിൽ അത് പുളിപ്പില്ലാത്ത അപ്പമാകണ്ട. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ചൊവ്വാഴ്ചയാണ് ഈ അന്ത്യത്താഴമായിരുന്നെന്ന് ചിലർ പറയുന്നു. ചിലർ പറഞ്ഞ ബുധനാഴ്ചയാണ്, ചിലർ പറഞ്ഞ വ്യാഴാഴ്ചയാണ്. അപ്പൊ നമുക്കിതിന്റെ വിശുദ്ധ വാരത്തിലെ ആദ്യം ആ സമയ പട്ടിക, എന്തൊക്കെ സംഭവങ്ങൾ സംഭവിച്ചതെന്ന് ആ സമയ ക്രമത്തിൽ തന്നെ അതൊന്ന് നമുക്ക് ആദ്യം കാണാം. എന്നിട്ട് നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യമേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കട്ടെ. ക്രിസ്തു മരിച്ച വർഷം എന്ന് പറയുന്നത് AD 33 AD 33. ആ വർഷം സംഭവിച്ചതുപോലെ തന്നെ, അതായത് AD 33 ഏപ്രിൽ 5 ആയിരുന്നു തിരുവുത്ഥാന ഞായർ. നിങ്ങൾ ഗൂഗിളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ AI ടൂറിനോട് ചോദിച്ചാൽ കിട്ടും. AD 33 ഏപ്രിൽ 5 അത് ഉയർപ്പ് ഞായർ. അപ്പൊ അതിൽ നിന്ന് പുറകോട്ട് നമ്മൾ ഒരാഴ്ച വരുമ്പോൾ മാർച്ച് 29 ഓശാന ഞായർ. AD 33 മാർച്ച് 29 ഓശാന ഞായർ. തീർച്ചയായിട്ടും ഇന്നത്തെ ഗ്രിഗോറിയൻ കലണ്ടർ അന്ന് ഇല്ല. അന്ന് കർത്താവിന്റെ കാലത്തുണ്ടായിരുന്ന AUC എന്ന് പറഞ്ഞ ആ ബൂർബെ കൊന്തീത്ത എന്ന് പറയുന്ന, ആ ബൂർബെ കൊന്തീത്ത എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ സിറ്റി ഓഫ് റോം, റോമാ നഗരത്തിന്റെ സ്ഥാപനം, അങ്ങനെയാണ്. അത് ക്രിസ്തുവർഷം AD 525 ഡയനീസിയോസ് എക്സിഗൂസ് എന്ന് പറഞ്ഞ ഒരു സന്യാസി, റോമായിലുള്ള ഒരു സന്യാസി
ഈ AUCയെ ഡിവൈഡ് ചെയ്തു. ഈശോ ജനിച്ച വർഷം നിശ്ചയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. BC എന്നുള്ള വാക്ക് പിന്നീട് ഇംഗ്ലണ്ടിലെ ബീഡാണ് കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്തത്. BC. AD കർത്താവ് ജനിച്ചത് എന്ന് നിശ്ചയിക്കലായിരുന്നു ഈ സന്യാസി എക്സിഗൂസ് എന്ന സന്യാസിയുടെ തീരുമാനം. അദ്ദേഹമാണ് ഈ ബോർബെ കൊന്തീത്ത എന്നുള്ളത് BC ആയിട്ടും AD ആയിട്ടും വേർതിരിച്ചത്. അപ്പോ അതെല്ലാം കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ AD 33 ഏപ്രിൽ 5-ാം തീയതിയാണ് കർത്താവ് ഈ ശംശികം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത്. ഏപ്രിൽ 3 വെള്ളിയാഴ്ചയാണ് കർത്താവ് മരിച്ചത്. അപ്പൊ അത് പുറകോട്ട് വരുമ്പോൾ മാർച്ച് 29 ഓശാന ഞായർ. ഇക്കൊല്ലം മാർച്ച് 29 ഓശാന ഞായറായിരുന്നത്. അപ്പൊ ഓശാന ഞായറാഴ്ച യേശു ജെറൂസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തി. അത് സക്കറിയ പ്രവാചകന്റെ 9:9 നിറവേറ്റാൻ വേണ്ടിയായിരുന്നു. അതൊക്കെ പഴയ നിയമത്തിൽ ഏതാണ്? പഴയ നിയമം വേണ്ട എന്ന് പെന്തക്കോസ്തുകാരും യഹോവസാക്ഷികളൊക്കെ ചിലപ്പോൾ പറയും. എന്നാൽ വിഗ്രഹാരാധന കാര്യം വരുമ്പോൾ പഴയ നിയമം വേണമെന്ന് പറയും. ഇങ്ങനെ ഇരട്ടത്താപ്പൊന്നും കത്തോലിക്ക സഭയ്ക്ക് സാധിക്കില്ല. അത് എറണാകുളത്ത് വിമത വൈദികരും പാലിക്കരുത്. ഇരട്ടത്താപ്പ് നമ്മൾ ഉപയോഗിക്കരുത്. നമുക്ക് അനുകൂലമായി വരുമ്പോൾ അങ്ങോട്ട് വ്യാഖ്യാനിക്കാനും പ്രതികൂലം വരുമ്പോൾ മറിച്ച് വ്യാഖ്യാനിക്കാനും അതൊന്നും ചെയ്യരുത്. സത്യസന്ധമായിരിക്കണം നമ്മുടെ വചന വ്യാഖ്യാനം. അപ്പോൾ മാർച്ച് 29 ഓശാന ഞായർ രാജകീയ പ്രവേശനം, സക്കറിയ 9:9 എന്നുള്ള പ്രവചനം പൂർത്തീകരിക്കുകയാണ്. പഴയ നിയമം പൂർത്തീകരിക്കാനാണ് ഈശോ വന്നത്, റദ്ദാക്കാനല്ല. AD 33 മാർച്ച് 30 തിങ്കള്, വിശുദ്ധ തിങ്കള്. അന്നാണ് അത്തിമരത്തെ ശപിച്ചു, ദേവാലയം ശുദ്ധീകരിച്ചു, അത്തിമരം ഉണങ്ങിപ്പോയി. അതാണ് തിങ്കളാഴ്ച നടക്കുന്നത്. ഈ ഞായറാഴ്ച ഓശാന ഞായറാഴ്ച കർത്താവ് ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് ബഥാനിയയിൽ പോയി താമസിച്ചു. ആ ഒരാഴ്ച മുഴുവൻ ബഥാനിയയിലെ ലാസറിന്റെ വീട്ടില്, മർത്തായുടെയും മറിയത്തിന്റെയും വീട്ടിലാണ് കർത്താവ് താമസിച്ചത്. വ്യാഴാഴ്ച വരെയുള്ള സമയത്തോ അല്ലെങ്കിൽ ബുധനാഴ്ച വരെ. വ്യാഴാഴ്ച അന്ത്യത്താഴം നടക്കുന്നത് സെബദിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. സെബദിയുടെ വീട്ടിൽ വെച്ചിട്ട്. സെബദിക്ക് ഗലീലയിൽ ഒരു വീടുണ്ടായിരുന്നു, യെറൂസലേമിൽ ഒരു വീടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അന്ത്യത്താഴൊക്കെ നടക്കുന്നത്. അപ്പൊ അതുവരെയുള്ള ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ കർത്താവ് താമസിച്ചത് ബഥാനിയയിലെ ലാസറിന്റെയും മർത്തായുടെയും മറിയത്തിന്റെയും വീട്ടിലാണ്. AD 33 മാർച്ച് 31 ചൊവ്വ. മാർച്ച് 31 ചൊവ്വ. ഇപ്പോഴും ഈ കൊല്ലവും മാർച്ച് 31 ചൊവ്വയാണ്. അന്ന് ദേവാലയത്തിൽ വെച്ചുള്ള സംഘർഷങ്ങൾ, ഈ മത നേതാക്കളുമായിട്ടുള്ള കർത്താവിന്റെ ഏറ്റുമുട്ടലുകൾ. AD 33 ഏപ്രിൽ 1 ബുധൻ, വിശുദ്ധ ബുധൻ എന്നറിയപ്പെടുന്നത്. മറിയത്തിന്റെ തൈലാഭിഷേകം. യൂദാസ് അതിനെ എതിർക്കുന്നു. ഈശോ മറിയത്തെ ന്യായവൽക്കരിക്കുന്നു. എന്റെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കമാണ് അവിടെ ചെയ്തെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു. യൂദാസ് ഇതെല്ലാം വേസ്റ്റ് ആണെന്ന് പറഞ്ഞത് ദരിദ്രമുള്ള സ്നേഹം കൊണ്ടല്ലെന്നും അത് പണത്തോടുള്ള അത്യാർത്ഥി കൊണ്ടാണെന്നും യോഹന്നാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ ദരിദ്രമുള്ള സ്നേഹം കൊണ്ടല്ല പലരും വേസ്റ്റ് ആണ് കർത്താവിന് വേണ്ടി ചെലവിടുന്നതും പള്ളിക്ക് വേണ്ടി ചെലവിടുന്നതും പള്ളി പണിയുന്നതും ഒക്കെ വേസ്റ്റ് ആണെന്ന് പറയുന്നതിന് കാരണം അവർക്ക് ദരിദ്രരുടെ പരിഗണനയുള്ളത് കൊണ്ടല്ല, അവർ കള്ളന്മാരായതുകൊണ്ടും പണം കക്കുന്നത് കൊണ്ടുമാണ്. ദരിദ്രരോട് സ്നേഹമുള്ളവർക്ക് ദൈവത്തോടും സ്നേഹം ഉണ്ടാവും. ദൈവത്തിന് വേണ്ടി പണം ചെലവഴിക്കാനും ദരിദ്രർക്ക് പണം ചെലവഴിക്കാനും രണ്ടിനും ദൈവസ്നേഹവും പരസ്പരവും ഒരുമിച്ചുള്ളവരാണ് ശരിക്കുള്ളവര്. അല്ലാത്തവരെ കള്ളന്മാരാ. പള്ളിക്ക് മാത്രം പണം കൊടുക്കുകയും ദരിദ്രരെ സഹായിക്കില്ല എന്നുള്ളവരും കള്ളന്മാരാണ്. ദരിദ്രരെ മാത്രം സഹായിക്കുക, ദൈവത്തിനും വേണ്ട ദൈവാലയത്തിനും വേണ്ടെന്ന് പറയാൻ അവരും കള്ളന്മാരാണ്. ദൈവസ്നേഹവും പരസ്നേഹവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ നല്ലവരാകാനുള്ള ശ്രമമെങ്കിലും നടത്തുക. AD 33 ഏപ്രിൽ 2 വ്യാഴം, പെസക വ്യാഴം വിളിക്കുന്നത്. സ്ലീഹന്മാരെ പുരോഹിതന്മാരെ വാഴിക്കുന്നു, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു, ഗെത്സമേനയിൽ പ്രാർത്ഥിക്കുന്നു, അറസ്റ്റ് നടക്കുന്നു, അന്നാസിന് മുമ്പിൽ കൊണ്ടുപോകുന്നു, പിന്നെ കയ്യഫാസിന് മുമ്പിൽ കൊണ്ടുപോകുന്നു, സാർഗത്യ സംഘത്തിന് മുമ്പാകെ വെച്ച് യഹൂദ വിചാരണ. ഇതെല്ലാം ഏപ്രിൽ 2 വ്യാഴാഴ്ച രാത്രി. ഏപ്രിൽ 33 AD 33 ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച, ദുഃഖവെള്ളി. നീസാൻ മാസം 14-ാം തീയതി വെള്ളി. പെസക തിരുനാളിന് ഒരുക്കങ്ങൾ ചെയ്യുന്ന ദിവസം. അന്ന് രാവിലെ പീലാത്തോസിന് മുമ്പിൽ യേശുവിനെ ഹാജരാക്കുന്നു. ആദ്യത്തെ വിചാരണ, പിന്നെ ഹെറോദസിന് മുമ്പിലേക്ക് അയക്കുന്നു, വീണ്ടും പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവരുന്നു. വിസ്താരം, വിചാരണ, വിധി പ്രസ്താവം. രാവിലെ 9 മണിക്ക് ഗാബുൽ തായിലെ കർത്താവിനെ കുരിശിലേറ്റുന്നു. വൈകിട്ട് 3 മണിക്ക് കർത്താവ് മരിക്കുന്നു. അതായത് 6 മണിക്കൂർ കുരിശിൽ കിടന്ന്. അന്ന് ചന്ദ്രഗ്രഹണം ഉണ്ടായ ദിവസമായിരുന്നു. 5 മണിക്ക് കള്ളന്മാരുടെ കാല് തകർക്കുന്നു, ഈശോയെ സംസ്കരിക്കുന്നു. 6 മണി ആകുമ്പോഴേക്കും എല്ലാം തീർന്നു. അരിമത്യക്കാരൻ ജോസഫ്, നിക്കോദമസ്, ഈശോയുടെ അമ്മയായ മറിയം, കുറെ സ്ത്രീകൾ, മഗ്ദല മറിയം അടക്കം ഉള്ള സ്ത്രീകള്, പിന്നെ യോഹന്നാൻ, ഇവരൊക്കെ ഈശോയുടെ മരണത്തിലും അടക്കലിനും സാക്ഷികളാണ്. എന്നിട്ടും കുറെ വർഷങ്ങൾ കഴിഞ്ഞ് മുഹമ്മദ് പറഞ്ഞു ഈശോ മരിച്ചില്ല. ഇത്രയും സാക്ഷികളും ഡോക്യുമെന്റ്സും ഉണ്ടായിട്ട് ഈ നുണ പറയുന്നവർക്ക് രേഖകൾ വേണ്ട, നുണങ്ങ് പറഞ്ഞാൽ മതി. അത് വേദപുസ്തകം എഴുതി വെച്ചിട്ട് ഇതാണ് വേദപുസ്തകം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ ഒരു നുണ വിശ്വസിക്കാൻ ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും കോടിക്കണക്കിന് ആളുകൾ ഉണ്ടാവും.
ഇതെല്ലാ കാലത്തും നടക്കുന്നതാണ്. നമ്മുടെ ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ നുണകൾ പറഞ്ഞിട്ടല്ലേ വിജയിക്കുന്നത് പലരും. മിക്കവരും വിജയിക്കുന്നത് നുണകൾ പറഞ്ഞിട്ടാണ്. ആ നുണകളെ വിശ്വസിക്കാനായിട്ട് നമ്മൾ ആളുകളുണ്ട് താനും. സത്യം അന്വേഷിക്കാനൊന്നും ആളുകൾ കാര്യമായിട്ട് തയ്യാറാകില്ല. സത്യം പ്രയാസമാണ്. ഏപ്രിൽ മാസം 7:33 ഏപ്രിൽ മാസം 4-ാം തീയതി ശനിയാഴ്ച യേശു മരിച്ചവരുടെ താവളമായി പാതാളത്തിൽ. 7:33 മാർച്ച് 5 ഞായർ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതായി സ്ത്രീകള്, മഗ്ദലമറിയോടൊപ്പമുള്ള സ്ത്രീകള്, പത്രോസ്, യോഹന്നാൻ, മറ്റു സ്ലീഹന്മാരൊക്കെ തിരിച്ചറിയുന്നു. പിന്നെ 12 ഔദ്യോഗിക പ്രത്യക്ഷപ്പെടലുകൾ 40 ദിവസത്തിനുള്ളിൽ. 40 ദിവസം പ്രത്യക്ഷപ്പെടലുണ്ട്, സാധാരണ പ്രത്യക്ഷപ്പെടല്. പിന്നെ പ്രധാനപ്പെട്ട 12 പ്രത്യക്ഷപ്പെടലുകൾ കർത്താവ് അത് ഏപ്രിൽ 5 മുതൽ 40 ദിവസത്തിൽ നീണ്ടു നിൽക്കുന്ന പ്രത്യക്ഷപ്പെടലുകൾ. ഇതേക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ധ്യാനിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് പിന്നും പോകുന്നില്ല. കർത്താവ് നേരിട്ട് നമുക്ക് ഏൽപ്പിച്ച് തന്നതാണെന്ന് ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗത്തിൽ ഞാൻ തിരുവചനങ്ങൾ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഉത്ഥാനം ചെയ്തിട്ട് കർത്താവ് ആദ്യം ചെയ്ത് കുർബാന അർപ്പിക്കുകയായിരുന്നുവെന്നും 40 ദിവസം കർത്താവ് കുർബാന അർപ്പിച്ചിരുന്നുവെന്നും ഒക്കെ ഞാൻ തെളിവ് സഹിതം ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊന്നും നമ്മളിപ്പോ കടക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ സമയപ്പട്ടിക കാണുമ്പോൾ, അതുപോലെ സുവിശേഷകൻ മനസ്സരിച്ച് വായിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ആ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ ഓർത്തിരുന്നാൽ ചില സംശയങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിരുത്താനും പറ്റും. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, ഈ പ്രത്തോറിയം എന്ന് പറഞ്ഞ പീലാത്തോസ് കേസറിയ മാരിത്തീം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സാധാരണ റോമൻ ഗവർണർ താമസിക്കുക. തിരുനാൾ ദിവസങ്ങളിൽ ക്രമസമാധാനത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് യെറൂസലേമിൽ വരും. അപ്പോൾ റോമൻ ഗവർണർ താമസിച്ചിരുന്ന സ്ഥലമാണ് പ്രത്തോറിയം. ആ പ്രത്തോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഈശോയെ വിചാരണ ചെയ്യുന്നത്. ആ പ്രത്തോറിയത്തിൽ നിന്ന് ഹെറോദസിന്റെ അരമനയിലേക്ക് 600 മീറ്റർ ആണ് ദൂരം. 1/2 കിലോമീറ്ററിൽ മേലെ ഒരല്പം, 600 മീറ്റർ അത്രയേ ഉള്ളൂ ഈ പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ, പ്രത്തോറിയം എന്ന് പറഞ്ഞ കൊട്ടാരത്തിൽ നിന്ന് ഹെറോദസിന്റെ കൊട്ടാരത്തിലേക്ക്. ഇത്രയും ദൂരേ ഉള്ളൂ. അപ്പൊ അവിടെ പോയി ഇവിടെ വന്നു, അതുകൊണ്ട് കിലോമീറ്ററുകൾ പോയി എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രയാസം വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹെറോദസിന്റെ കൊട്ടാരം എന്ന് പറയുന്നത് മഹാനായ ഹെറോദസിന്റെ കൊട്ടാരം. അവിടെ ഈ അന്തിപ്പാസ്, ഗലീലയുടെ അധികാരമുള്ള അന്തിപ്പാസ് അവിടെ അപ്പന്റെ വീട്ടിൽ താമസിക്കുമായിരുന്നു. അപ്പം മരിച്ചുപോയി, എന്നാലും താമസിക്കുമായിരുന്നു. അങ്ങനെയാണ് അവിടേക്ക് അയക്കാനായിട്ട് പീലാത്തോസ് തീരുമാനിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ പ്രത്തോറിയത്തിൽ നിന്നും കാൽവരിലേക്കുള്ള ദൂരം 550 മീറ്റർ ആണ്. 1/2 കിലോമീറ്ററിന് മേലെ, 1/2 കിലോമീറ്ററിന് മേലെ. ഇപ്പൊ നമ്മൾ വളരെ എക്സ്ട്രീം ആയിട്ട് ചില വലിയ മല മുളകി മലയാറ്റൂർ മല അല്ലെങ്കിൽ മറ്റേ മല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. അത് നമ്മുടെ ഒരു പ്രായച്ചിത്തമാണ്. കർത്താവിന്റെ കുരിശിന്റെ വഴി എന്ന് പറഞ്ഞത് 550 മീറ്റർ ആണ്, 1/2 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ പല പള്ളികളിലും നടക്കുന്ന, വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന കുരിശിന്റെ വഴിയൊക്കെ ഏകദേശം അത്രയും ദൂരമാണ്. അപ്പൊ അത്രയും ദൂരങ്ങളേ ഉള്ളൂ ഇതൊക്കെ, ഈ സ്ഥലങ്ങൾ തമ്മിൽ. ഇത് മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ യഹൂദ വിചാരണ, പിന്നെ അന്നാസിന്റെ വീട്ടിൽ, കയ്യഫാസിന്റെ വീട്ടിൽ സംഘത്തിന്റെ സംഘം, പിന്നെ പീലാത്തോസിന്റെ മുമ്പിലുള്ള ആദ്യത്തെ വിചാരണ, ഹെറോദസിന്റെ വിചാരണ, പിന്നെ വീണ്ടും പീലാത്തോസിന്റെ വിചാരണ. ഈ വിചാരണകളൊക്കെ നടന്നത് വളരെയധികം ദൂരമുള്ള സ്ഥലങ്ങളിൽ അല്ല എന്ന് പറയാനാണ് ഞാൻ അത്രയും സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു രാത്രി കൊണ്ട് നടക്കാനും ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ലെന്നർത്ഥം. എങ്കിലും സംശയം വരാം, ഇതെല്ലാം കൂടി രാത്രിക്ക് വിചാരണ നടന്നിരിക്കുമോ, രാത്രി വിചാരണ കോടതികൾ പതിവുണ്ടോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ അടിയന്തരമായിട്ട് രാത്രി കോടതിയിൽ കൂടുന്ന കാര്യം നമുക്ക് ഇപ്പോഴും അറിയാം, അപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ട്, ഇത്രയും വിചാരണകൾ ഉള്ളത് കൊണ്ടും, ഇങ്ങനെ അന്നാസിന് മുമ്പിൽ, കയ്യാഫാസിന് മുമ്പിൽ, പീലാത്തോസിന് മുമ്പിൽ, ഹെറോദസിന് മുമ്പിൽ, വീണ്ടും പീലാത്തോസിന് മുമ്പിൽ, ഇതെല്ലാം ഈ രാത്രി അറസ്റ്റ് ചെയ്ത് രാവിലെ 9 മണിക്ക് മുമ്പ് തീർക്കാൻ പറ്റുമായിരുന്നോ? പറ്റില്ല എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ പറയുന്നത് ചൊവ്വാഴ്ചയായിരുന്നു അറസ്റ്റ് എന്നാണ്. കർത്താവിന്റെ അറസ്റ്റ് ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ചയാണ് പെസഹ ഭക്ഷിച്ചെന്നാണ്. നമ്മൾ അതിന്റെ വിശദാംശത്തിൽ കടക്കാൻ പോകുകയാണ്. ഇതാണ് ഈ സംശയം ഉണ്ടാകാനുള്ള ഒരു കാരണം. ഇനി പ്രധാനപ്പെട്ട സംശയം അതല്ല. ഒരു സംശയമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. മറ്റൊരു സംശയം എന്ന് പറയുന്നത്, സമാന്തര സുവിശേഷങ്ങൾ പറയുന്നത് യേശു മരിച്ചത് പെസഹ തിരുനാളിൽ എന്നാണ്. നീസാൻ മാസം 15-ാം തീയതി. നീസാൻ മാസം 15-ാം തീയതി പെസഹ തിരുനാൾ ദിവസം മരിച്ചുവെന്നാണ് സമാന്തര സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കായാണ് ഈ സമാന്തര സുവിശേഷങ്ങൾ പറയണേ. അവർ പറയുന്നത് തലേ ദിവസം യഹൂദ പെസഹ യേശു ആസ്വദിച്ചുവെന്നുള്ള സൂചനയും ഈ സമാന്തര സുവിശേഷങ്ങളിലുണ്ട്. എന്നാൽ യോഹന്നാൻ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തില് പെസഹ തിരുനാളിന്റെ തലേ ദിവസം 3 മണിക്ക്, പെസഹ തിരുനാൾ പിറ്റേ ദിവസം നീസാൻ മാസം 14-ാം തീയതി 3 മണിക്ക്
യേശു മരിച്ചു എന്നാണ്. അതായത് പെസക തിരുനാളിനുള്ള പിറ്റേ ദിവസം ആഘോഷിക്കാനുള്ള പെസക തിരുനാൾ ആഘോഷിക്കുന്നത് വൈകിട്ട് 6 മണി മുതലാണ്. അതിനു മുമ്പ് 3 മണിക്ക് മഹാപുരോഹിതൻ ഒരു കുഞ്ഞാടിൻ ദേവാലയത്തിൽ അറക്കും. പെസക തിരുനാളിലെ കുഞ്ഞാടിനെ അറക്കും. അത് തലേ ദിവസം 3 മണിക്കാണ്. ആ 3 മണിക്ക് കർത്താവ് കുരിശിൽ മരിച്ചു. നമ്മുടെ പെസക കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നെന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ പെസക കുഞ്ഞാടിനെ അറക്കുന്ന തിരുനാൾ ദിവസത്തിന്റെ തലേ ദിവസം 3 മണിക്ക്, പെസക തിരുനാളിന്റെ തലേ ദിവസം 3 മണിക്ക് പെസക കുഞ്ഞാടിനെ അറക്കുന്ന ദിവസം, അറുത്തിട്ടുള്ള തിരുനാൾ ആഘോഷം തുടങ്ങാനായിട്ട് ആ 3 മണിക്ക് കർത്താവ് കൊല്ലപ്പെട്ടു. നമ്മുടെ പെസക കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നെന്ന് പൗലോസ് പറയുന്നത് പോലെ അതാണ് യോഹന്നാൻ പറയുന്നത്. തിരുനാൾ തലേ ദിവസം നീസാൻ മാസം 14 കർത്താവ് മരിച്ചു. അപ്പോ കുഞ്ഞാടിനെ കൊല്ലുന്ന സമയത്ത് കർത്താവ് മരിച്ചു. പെസക തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. അപ്പൊ യേശു കഴിച്ചത് പെസക ഭക്ഷണമാണോ? അല്ല. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. മത്തായി, മർക്കോസ്, ലൂക്ക പറയുന്നു യേശു മരിച്ചത് തിരുനാൾ ദിവസമാണ്, തലേ ദിവസം കഴിച്ചത് യഹൂദരുടെ പെസക ഭക്ഷണമാണ്. യോഹന്നാൻ പറയുന്നു അല്ല, 14-ാം തീയതി കുഞ്ഞാടുകൾ കൊല്ലുന്ന നേരത്തെ കർത്താവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പെസക ഭക്ഷിക്കും പിന്നെ 3 മണിക്കൂർ കിടക്കുക യഹൂദ പെസക ഭക്ഷിക്ക് തുടങ്ങാനായിട്ട്. അതിനു മുമ്പ് കർത്താവ് മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവ് ഭക്ഷിച്ചത് യഹൂദ പെസകയല്ല. ഇത് രണ്ടും കിടക്കുന്നത് തിരുവചനത്തിലാണ്, ബൈബിളിലാണ്. അതാ ദൈവത്തിന്റെ വെളിപാടാണ്, ദൈവത്തിന്റെ വചനമാണ്, തെറ്റ് സംഭവിക്കില്ല. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കാം? യേശു കഴിച്ചത് യഹൂദ പെസകയാണോ? ഇത് വളരെ ക്രൂഷ്യലായിരിക്കുന്നതിന് കാരണം നമ്മുടെ വിമത വൈദികർ പറയുന്നത് യേശു കഴിച്ച് യഹൂദ പെസകയാണെന്നും അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളായ പെസക യേശു കഴിച്ചത് പെസക ഭക്ഷണമായതുകൊണ്ട് യഹൂദ പെസകയ്ക്ക് ഉപയോഗിച്ച പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കണമെന്നും പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭ പറയുന്നത് പോലെ പുളിപ്പുള്ള മൽക്ക ഉപയോഗിക്കരുതെന്നുമാണ് അവർ പറയണേ. അപ്പൊ ഈ ചോദ്യത്തിന് ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ഈ വിമത വൈദികർ പറഞ്ഞ് ശരിയോ തെറ്റോ പൗരസ്ത്യ സഭകൾ പറയുന്ന മൽക്ക പുളിപ്പുള്ള അപ്പം ശരിയോ തെറ്റോ തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വിശദമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവൻ കാണുകയും കേൾക്കുകയും ഈ വിശുദ്ധ വാരത്തിൽ എല്ലാവർക്കും അയച്ചു കൊടുത്ത് കാണാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും, കർത്താവിന്റെ കൃപയുണ്ടാകും. ഞാൻ ഈ വിശദമായിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞല്ലോ. ഈ വിശദമായി പറയുന്നത് നിങ്ങളുടെ പലരും കയ്യിലുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ ഞാൻ മാണിപ്പറമ്പലത്തിന്റെ ഭാവനയിൽ നിന്ന് വന്ന് ഇതൊന്നും വിചാരിക്കാതിരിക്കാൻ ഞാൻ പുസ്തകത്തിന്റെ പേരും പേജ് നമ്പർ അധ്യായങ്ങൾ പറയാം. നസ്രത്തിൽ യേശു, എഴുതിയത് ബെനഡിക്ട് 16. നിങ്ങൾക്കറിയാലോ, ബെനഡിക്ട് 16 വേൾഡ് ക്ലാസ് ദൈവശാസ്ത്രജ്ഞനാണ്. യുക്തിയും വിശ്വാസവും ഇതുപോലെ, ശാസ്ത്രവും ബൈബിൾ ഇതുപോലെ ഒന്നിപ്പിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്ന ഒരാള് സഭാ ചരിത്രത്തിലില്ല. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഇല്ലേ? പൗലോസ് ലീഗ, പിന്നെ ആഗസ്തീനോസ്, ബെനഡിക്ട് മാർപ്പാപ്പ, ഇവരാണ് 3 പേരാണ് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ എന്ന് പറയുക. ആ ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയ പുസ്തകങ്ങൾ നസ്രത്തിൽ യേശു 3 വോള്യം, ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട് മലയാളത്തിലേക്ക്. അതിൽ 2ാമത്തെ വോള്യം ഒടുവിൽ തത്താഴം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ തുടക്കമാണ് ഞാൻ ഈ പറയുന്നത്. ഈ കാര്യം വളരെ വിശദമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ബെനഡിക്ട് മാർപ്പാപ്പ നസ്രത്തിൽ യേശു വോള്യം 2 ഒടുവിൽ തത്താഴം എന്ന അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ മാണിപ്പറമ്പലത്തിന്റെ ഭാവനയല്ല, തിരുവചനത്തിന് അടിസ്ഥാനമിട്ട് ബെനഡിക്ട് മാർപ്പാപ്പയും മാണിപ്പറമ്പലത്തിനും സംസാരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കത് ക്രോസ് ചെക്ക് ചെയ്യാം. ഇതിനൊക്കെ കൂടുതൽ തെളിവ് എങ്ങനെ നൽകുക? അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ച് പറയുകയാണ്. ബെനഡിക്ട് മാർപ്പാപ്പയുടെ വിശുദ്ധ മർക്കോസിനെ സുവിശേഷത്തെ ആധാരമാക്കി എഴുതിയ മത്തായി, ലൂക്കാസ് എന്നിവരും കൃത്യമായ തീയതിയെക്കുറിച്ച് സൂചന നൽകിക്കൊണ്ട് ഇങ്ങനെ കുറിച്ചു. സമാന്തര സുവിശേഷകന്മാര് മർക്കോസ് 14:12, 14:27. പെസക ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസക ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവർ പെസക ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 പേരോടും ഒരുമിച്ച് വന്നു. 12 പേര് മാത്രം കേട്ടോ. പുളിക്കാത്ത അപ്പത്തിന്റെ തിരുനാളിന്റെ 1-ാമത്തെ ദിവസം, അതായത് പെസക തിരുനാളിന്റെ തലേന്ന് വൈകുന്നേരം പെസക കുഞ്ഞാടുകളെ ദേവാലയത്തിൽ വെച്ച് കൊല ചെയ്തിരുന്നു. സമാന്തര സുവിശേഷങ്ങളുടെ സമയക്രമം അനുസരിച്ച് ഇതൊരു വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച സൂര്യാസ്തമയത്തിന്റെ ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് മർക്കോസ് 14-ാമത്തെ അധ്യായം 12-17 വായിച്ചു നോക്കാം. ഈ പെസക തിരുനാൾ ആരംഭിക്കുകയാണ് സൂര്യാസ്തമയത്തോടെ. ജെറൂസലം എത്തിയ മറ്റ് തീർത്ഥാടകരെ പോലെ യേശും ശിഷ്യന്മാരും പെസക ഭക്ഷണം കഴിച്ചുവെന്നാണ് ഈ മത്തായി, മർക്കോസ്, ലൂക്ക. മർക്കോസ് അത് എഴുതി, മത്തായും ലൂക്കാസും അത് സ്ഥിരീകരിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് തന്നെ പുതിയ ദിവസമായി വെള്ളിയാഴ്ച ആരംഭിച്ചതിനാൽ സമാന്തര സുവിശേഷകന്മാർ പറയുന്നത് ആ രാത്രിയിൽ തന്നെ യേശുവിനെ അറസ്റ്റ് ചെയ്ത് മതകോടതിയുടെ മുമ്പിൽ ഹാജരാക്കി എന്നാണ്. വെള്ളിയാഴ്ച രാവിലെ തന്നെ പീലാത്തോസ് യേശുവിനെ വധശിക്ഷ വിധിക്കുകയും
തുടർന്ന് 3-ാം മണിക്കൂറിൽ, അത് രാവിലെ 9 മണിക്ക്, നമ്മുടെ സമയക്രമം അനുസരിച്ച് രാവിലെ 9 മണിക്ക് യേശുവിനെ കുരിശിലേക്ക് നയിക്കുകയും ചെയ്തു. യഹൂദ സമയക്രമം അനുസരിച്ച് അത് 9-ാം മണിക്കൂറാണ്. 9-ാം മണിക്കൂർ, അതായത് കർത്താവ് മരിക്കുന്നത്. നമ്മുടെ സമയക്രമം അനുസരിച്ച് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് യേശു കുരിശിൽ പ്രാണൻ അർപ്പിച്ചു. മർക്കോസിന്റെ തിരുവെഴുത്ത് ഇതിനോട് ചേർത്ത് വായിക്കാം. അന്ന് സാബത്തിന് തൊട്ടു മുമ്പുള്ള ഒരുക്ക ദിവസമായിരുന്നു. അതിനാൽ വൈകുന്നേരമായപ്പോൾ അരിമത്തിയക്കാരനായ ജോസഫ് ധൈര്യവും പീലാത്തോസിനെ സമീപിച്ചു. അവൻ ആലോചന സംഘത്തിലെ ബഹുമാന്യൊരു അംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു. മാർക്കോസ് 15:42-43. വെള്ളിയാഴ്ച സൂര്യാസ്തമയം കഴിഞ്ഞാൽ സാബത്ത് ആരംഭിക്കുന്നത് കൊണ്ട് അതിനു മുമ്പേ തന്നെ യേശുവിന്റെ ശരീരം മറവ് ചെയ്യേണ്ടിയിരുന്നു. അതുകൊണ്ട് സാബത്ത് ദിവസം ശനിയാഴ്ച യേശു കല്ലറയിൽ വിശ്രമിച്ചു. തിരുവുത്ഥാനം ഞായറാഴ്ച, അതായത് ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസത്തിൽ ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇതാണ് മർക്കോസ് പറയണേ. മർക്കോസിന്റെ വെളിച്ചത്തിൽ മത്തായിയും ലൂക്കാസും. ഈ സംഭവങ്ങളുടെ സമയക്രമമായ വിവരണത്തിന് ഒരു പ്രശ്നമുണ്ട്. ഇതനുസരിച്ച് യേശുവിന്റെ വിചാരണ, കുരിശമരണം പെസഹ തിരുനാൾ ദിവസം തന്നെ സംഭവിച്ചു. വിചാരണയും കുരിശമരണവും പെസഹ തിരുനാളിന്റെ അന്ന്. പെസഹ തിരുനാൾ ആ വർഷത്തിൽ വെള്ളിയാഴ്ചയായിരുന്നു താനും. പല ബൈബിൾ പണ്ഡിതന്മാരും ഈ വിചാരണയും കുരിശിലേറ്റുന്നുമെല്ലാം പെസഹയുടെ ആചാരവിധികൾക്കനുസരിച്ച് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പീലാത്തോസിന് മുമ്പിൽ വെച്ച് നടന്ന വിചാരണ, ഈ കുരിശിലേറ്റല് യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളിന്റെ ദിവസത്തില് സാധ്യമായിരുന്നോ? അനുവദനീയമായിരുന്നോ? ഇതാണ് ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം ഇങ്ങനെ വിചാരണയ്ക്കായിട്ടും കുരിശുമരണത്തിനായിട്ടും കർത്താവിനെ കൊണ്ടുപോകുമായിരുന്നോ ഈ യഹൂദ മതത്തിന്റെ നേതൃത്വം? സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല മർക്കോസ് തന്നെ ഇത് ഈ എഴുതിയതിനോട് ചേരാത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. പുളിക്കാത്ത അപ്പത്തലെ തിരുനാളിന് 2 ദിവസം മുമ്പ് മഹാപുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ സൂത്രത്തിൽ കീഴ്പ്പെടുത്തി തങ്ങൾ അധീനത്തിൽ കൊണ്ടുവന്ന് കൊല്ലുവാൻ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് മർക്കോസ്. ആ വചനം അങ്ങനെ തന്നെ പറഞ്ഞാല് 14:2. അത് എന്നിട്ട് അതിനെക്കുറിച്ച് അത് ആലോചിച്ചിട്ട് അവരെന്താ പറയണമെന്ന് അറിയാമോ? തിരുനാളിൽ വേണ്ട, ജനങ്ങൾ ബഹളമുണ്ടാക്കും. കർത്താവിനെ കൊല്ലുന്നത് തിരുനാളിൽ വേണ്ട. തിരുനാൾ ചെയ്താൽ ജനങ്ങൾ ബഹളമുണ്ടാക്കും. ഇത്രയും പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ദിവസം തിരുനാൾ ആചരിക്കാതെ യേശുവിനെ വിചാരണ ചെയ്യാനും കുരിശിലേക്ക് കൊണ്ടുപോകാനും കുരിശിലേറ്റാനും അത് ജനങ്ങളെ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് തിരുനാൾ ദിവസം വേണ്ട അവനെ കൊല്ലുന്നത് എന്ന് മഹാപുരോഹിതന്മാർ തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് തിരുനാൾ ദിവസം കർത്താവിനെ കൊന്നുവെന്ന് പറയാ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് താനും. അപ്പൊ ഇതിനകത്ത് എങ്ങനെ മനസ്സിലാക്കാണ്? വൈരുദ്ധ്യമാണെന്ന് പറഞ്ഞാൽ അത് തീരുമാനമല്ലല്ലോ, അല്ലെങ്കിൽ അത് ഉത്തരമല്ലല്ലോ. അവരൊക്കെ എഴുതിയിരിക്കുന്ന വൈരുദ്ധ്യമാണെന്ന് പറഞ്ഞാൽ ശരിയാ? അതല്ല ശരിയായ അർത്ഥം. അപ്പൊ മറ്റെന്തെങ്കിലും അർത്ഥം ഉണ്ടാകും. ദൈവവചനമാണെങ്കിൽ, ദൈവത്തിന്റെ വെളിപാടാണെങ്കിൽ അതിന് തെറ്റ് പറ്റുകയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത മറ്റെന്തോ അർത്ഥം അതിനകത്തുണ്ടെന്നാണ്. നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഇത് എന്തുകൊണ്ടാണ് മർക്കോസ് ഇങ്ങനെ എഴുതിയത്, എന്താണ് മത്തായിയും ലൂക്കാസും അതിനെ പിന്താങ്ങിയത് എന്ന് നിശ്ചയിക്കുന്നതിന് മുൻപ് യോഹന്നാൻ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒടുവിലത്തെ അത്താഴം യഹൂദ പെസഹ ഭോജനമല്ല, യഹൂദരുടെ പെസഹ ഭക്ഷണമല്ല ഈശോയുടെ അന്ത്യത്താഴം. വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുക. അത് യോഹന്നാൻ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ഒരു നീണ്ട വിവരണം തന്നെ നൽകുന്നുണ്ട്. പുലർച്ചെ യേശുവിനെ പീലാത്തോസിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ യഹൂദ മതത്തിന്റെ നേതൃത്വം പറഞ്ഞു, പ്രത്തോറിയത്തിൽ ഞങ്ങൾ പ്രവേശിക്കില്ല. വിജാതീയനായ റോമൻ ഗവർണറായ പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ ഞങ്ങൾ പ്രവേശിക്കില്ല. കാരണം അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ പ്രത്തോറിയത്തിൽ ഞങ്ങൾ പ്രവേശിക്കില്ല. യോഹന്നാൻ 18:28. പെസഹ ഭക്ഷിക്കാൻ പോണേ ഉള്ളൂ. പീലാത്തോസിന് മുമ്പിൽ ഈശോയെ കൊണ്ടുപോകുമ്പോൾ പെസഹ ആരംഭിച്ചിട്ടില്ല. മർക്കോസ് എന്താ പറഞ്ഞേ? തലേ ദിവസം പെസഹ ഭക്ഷണം കഴിച്ചു, പിറ്റേ ദിവസം പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുചെന്നാ. ഇവിടെ യോഹന്നാൻ പറയാണ് അവര് പെസഹ ഭക്ഷണം കഴിച്ചിട്ടില്ല. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിന് വിജാതീയനായ പീലാത്തോസിന്റെ അരമേൽ പ്രവേശിച്ചാൽ അശുദ്ധരാകും, പെസഹ ഭക്ഷിക്കാൻ പറ്റില്ല. അതിനാൽ പ്രത്തോരത്തിൽ പ്രവേശിച്ചില്ലെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 18:28 എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈശോയെ കൊന്ന ആ രാത്രി, അന്ന് സന്ധ്യയ്ക്കാണ് പെസഹ തിരുനാൾ ആരംഭിക്കാനിരിക്കുന്നത്. യേശുവിനെ വധിച്ച സമയത്ത് പെസഹ ദിനം ആഗതമാകുന്നേ ഉള്ളൂ. പെസഹ കർത്താവ് 3 മണിക്ക് മരിച്ചു, അന്ന് 6 മണിക്കാണ് പെസഹ തുടങ്ങുള്ളൂ. അപ്പൊ എങ്ങനെ യേശു യഹൂദ പെസഹ ഭക്ഷണം കഴിക്കണേ?
അപ്പൊ യേശു കഴിച്ചത് യഹൂദ പെസക ഭക്ഷണമല്ല എന്ന് കൃത്യമായി എഴുതിയിരിക്കുകയാണ് യോഹന്നാൻ. യേശുവിനെ വിചാരണ ചെയ്തതും വിധിച്ചതും വധിച്ചതും കുരിശിലേറ്റിയതും പെസക തിരുനാളിന്റെ അന്നല്ല, പെസക തിരുനാളിന്റെ അന്നല്ല, തിരുനാൾ ദിവസമല്ല, അതിന്റെ തലേ ദിവസമായിരുന്നു. പെസകയുടെ ഒരുക്കത്തിലുള്ള ദിവസമായിരുന്നു. പെസകയുടെ ഒരുക്കത്തിലുള്ള ദിവസത്തിലാണ് കർത്താവിനെ വിചാരണ ചെയ്ത് കുരിശിലേറ്റി കൊന്നത്. പെസക അന്ന് രാത്രി തുടങ്ങണേ ഉള്ളൂ. കർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പെസക തുടങ്ങുന്നത്. ആ വർഷത്തിൽ പെസക തിരുനാൾ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ ആയിരുന്നു എന്നാണ് പറയണേ യോഹന്നാൻ. അല്ലാതെ വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ അല്ല നമ്മൾ ഈ മർക്കോസ് പറയുന്നത് പോലെ. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി യോഹന്നാൻ ഇത് അടിവരയിട്ട് പറയുന്നുണ്ട്. അവന്റെ അസ്ഥികൾ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജെറൂസലം ദേവാലയത്തിൽ വെച്ച് മഹാപുരോഹിതൻ ഈ പെസക കുഞ്ഞാടിനെ അറുക്കുന്ന സമയത്ത് കർത്താവ് അറുക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. നമ്മുടെ പെസക കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ്ലീഹ പറയാണ്. അപ്പോൾ പെസക കുഞ്ഞാടായിട്ട് കർത്താവ് അറുക്കപ്പെട്ടത് കൊണ്ട് കർത്താവിന്റെ അസ്ഥികൾ ഒന്നും തകർക്കാൻ പാടില്ലായിരുന്നു. യോഹന്നാൻ 19:36 പഴയ നിയമത്തിലെ പുറപ്പാട് 12:46 സൂചന നൽകുകയാണ്. ഈശോ പെസക കുഞ്ഞാടിനെ പോലെ കുഞ്ഞാടായിട്ടാണ് മരിച്ചത്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29 1:35 അത് പൂർത്തിയാകുകയാണ്. അപ്പൊ പെസക കുഞ്ഞാടായിട്ടാണ് കർത്താവ് മരിച്ചത്. പെസക ഭക്ഷണം കഴിച്ചിട്ടല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്. അതിനെ അടിവരായിട്ട് ഒന്നുകൂടി പറയാണ്. പുറപ്പാട് പുസ്തകത്തില് ഹിസോപ്പ് ചെടി ഉപയോഗിച്ചിട്ടാണ് അവർ രക്തം തളിച്ചത് ഈ വാതിൽ കാട്ടിൽപ്പടിയിലൊക്കെ. ഇവിടെ ഹിസോപ്പ് ചെടി ഉപയോഗിച്ചിട്ടാണ് കർത്താവിന് ചുണ്ടിലേക്ക് അവര് ഈ വിനീഗർ നീട്ടിക്കൊടുക്കുന്നത്, വിനാഗിരി നീട്ടിക്കൊടുക്കുന്നത്. യോഹന്നാൻ 19:29 അതും ഹിസോപ്പ് ചെടി ഉപയോഗിച്ചിട്ട് അല്ലേ അതിൽ സൂചന നൽകുക. അതായത് പെസഹ കുഞ്ഞാടിന്റെ രക്തം എടുത്തത് ഈ ഹിസോപ്പ് ചെടി ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ പെസഹ കുഞ്ഞാടിലേക്ക് വിനീഗർ നീട്ടുന്നത്, വിനാഗിരി നീട്ടുന്നതും ഹിസോപ്പ് ചെടി ഉപയോഗിച്ചിട്ടാണ് യോഹന്നാൻ പറയുക. എല്ലാ സൂചനകളും പറയുന്നത് കർത്താവ് മരിച്ചത് പെസഹ കുഞ്ഞാടിനെ കൊല്ലുന്ന അറക്കുന്ന സമയത്ത്, തിരുനാളിന് തലേ ദിവസം മരിച്ചു എന്നാണ് പറയണേ. ഈ ഒരു വിഷയത്തിലൊഴികെ, കർത്താവ് മരിച്ച സമയത്തിലൊഴികെ മറ്റ് സംഭവങ്ങളും ക്രമത്തിലും വിവരണത്തിലൊക്കെ യോഹന്നാനും മറ്റെല്ലാ സുവിശേഷകന്മാരും ഒരേ ക്രമമാണ് പാലിക്കുന്നത്. ശിഷ്യന്മാരോട് യേശുവിന്റെ ഒടുവിൽ തത്താഴം പങ്കുവയ്ക്കുന്നത് വ്യാഴാഴ്ച തന്നെ. പക്ഷെ അത് പെസഹ ഭോജനമായിരുന്നില്ലെന്നാണ് യോഹന്നാൻ പറയണേ. യേശുവിന്റെ വിചാരണയും കുരിശിലേറ്റലും വെള്ളിയാഴ്ചയാണ്, അതായത് പെസഹ തിരുനാളിന്റെ തലേന്ന്. ഇത് പെസഹ തിരുനാളിന്റെ അന്നല്ല, ശനിയാഴ്ച. പെസഹ തിരുനാൾ അതെ, ഇത് പെസഹ തിരുനാളിന്റെ അന്നല്ല, ശനിയാഴ്ച കല്ലറി യേശു വിശ്രമം കൊള്ളുന്നു, ഞായറാഴ്ച കർത്താവ് ഉത്ഥാനം ചെയ്യുന്നു. അതൊക്കെ കറക്റ്റാണ്. ഇത് അടുത്ത കാലം വരെ എന്ന് വെച്ചാൽ ഒരു 1980 വരെ അല്ലെങ്കിൽ 90 വരെ ദൈവശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചിരുന്നത് സമാന്തര സുവിശേഷങ്ങളാണ് ചരിത്രപരം. യോഹന്നാൻ അതിനെ ദൈവശാസ്ത്രവൽക്കരിച്ചു. അതായത് പെസഹ കുഞ്ഞാടാണ് യേശുവിനെ കാണിക്കാൻ വേണ്ടി തിരുനാൾ ദിവസമാണ് മരിച്ചതെങ്കിലും തിരുനാൾ തലേ ദിവസം മരിച്ചതായിട്ട് യോഹന്നാൻ അവതരിപ്പിച്ചു എന്നാണ് ഈ അടുത്ത കാലം വരെ, 90 വരെ അല്ലെങ്കിൽ 2000 വരെയൊക്കെ വേദശാസ്ത്രത്തിൽ പലരും വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയ തെളിവുകൾ, അതായത് ഇത് ബൈബിളൊന്നും കൂടാണ്ട് ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. തെളിവുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ, പുരാവസ്തു തെളിവുകളും മറ്റു തെളിവുകളും രേഖാപരമായ തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സത്യമായി. യോഹന്നാൻ പറഞ്ഞിരിക്കുന്നതാണ് ചരിത്രപരം. ചരിത്രത്തിൽ സംഭവിച്ചത് യോഹന്നാൻ പറഞ്ഞതുപോലെയാണ്. പക്ഷേ മർക്കോസും മത്തായിയും ലൂക്കാസും മറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെ പൊരുത്തപ്പെടും? പൊരുത്തപ്പെടുത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആ ശ്രമമൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കാരണം ഇത് നിങ്ങൾ കേൾക്കാൻ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഉള്ളതുകൊണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി ക്ഷമയോടെ കേൾക്കണം. അതായത് മർക്കോസും മത്തായിയും ലൂക്കാസും പറയുന്നതും യോഹന്നാൻ പറയുന്നതും വൈരുദ്ധ്യമില്ല, പൊരുത്തപ്പെട്ടു പോകും എന്ന് കാണിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രമം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ആ ശ്രമം നടത്തിയത് ഒരു ഫ്രഞ്ച് ബൈബിൾ പണ്ഡിതയാണ്, ആനി ഷൗബർട്ട് എന്നാണ് അവരുടെ പേര്. 1953 മുതൽ അവർ ഒരുപാട് പഠനങ്ങൾ നടത്തി. അങ്ങനെ പരമ്പരയായിട്ട് പ്രസിദ്ധീകരിച്ചു. അതിന്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. ബെനഡിക്ട് മാർപ്പാപ്പ നൽകുന്ന സംഗ്രഹം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. സമാന്തര സുവിശേഷകന്മാരും വിശുദ്ധ യോഹന്നാനും ഒടുവിൽ തത്താഴത്തിന്റെയും അതിനെ തുടർന്ന് സംഭവങ്ങളും തീയതി അവതരിപ്പിക്കുന്നതിലെ പൊരുത്തമില്ലായ്മ പരിഹരിക്കാനാണ് ഈ ആനി ഷൗബർട്ട് നോക്കുന്നത്. 2 പൂർവ്വരേഖകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ആനി ഷൗബർട്ട് തന്റെ നിഗമനങ്ങൾ
ഒരു പരിഹാര മാർഗമായിട്ട്, പരിഹാര നിർദ്ദേശമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അവരാധാരമാക്കുന്ന ഒന്നാമത്തെ പുസ്തകം ജൂബിലികളുടെ പുസ്തകം. അതായത് യഹൂദരുടെ ഒരു അപ്രാമാണിക പുസ്തകമാണ് ജൂബിലികളുടെ ഗ്രന്ഥം. ആ ജൂബിലികളുടെ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു രേഖ. ഈ അപ്രമാണികം കേൾക്കുമ്പോഴേക്കും നമ്മുടെ സീറോ മലബാറിലെ ചില മെത്രാന്മാർക്ക് ഹാലിളകും. അവർക്ക് അപ്രമാണികം എന്ന് കേട്ട ഉടനെ തന്നെ അവർ വിചാരിക്കുന്നത് അത് ഖുറാൻ പോലെയാണെന്നോ അല്ലെങ്കിൽ ഭഗവത്ഗീത പോലെയാണെന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ഇത് യഹൂദ അപ്രാമാണിക ഗ്രന്ഥങ്ങളും ക്രൈസ്തവ അപ്രാമാണിക ഗ്രന്ഥങ്ങളും അവയിൽ ഒരുപാട് അതിശയോക്തിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് പ്രാമാണികമായി ബൈബിളിലേക്ക് സ്വീകരിക്കാത്തത് എന്ന് വിചാരിച്ച് അതിൽ സത്യമില്ലാതില്ല. അവിടെ ഇവിടേക്ക് ചില സത്യങ്ങളുണ്ട്. അത് തിരിച്ചറിയാനുള്ള ബുദ്ധിബോധം വേണം. അതിനുവേണ്ടി ഞാൻ രഹസ്യ സുവിശേഷങ്ങളുടെ പുസ്തകം തന്നെ ഞാൻ മലയാളത്തിൽ ഇറക്കിയത്. ഈ ഹീബ്രു മൂലഭാഷയിലെ ജൂബിലി ഗ്രന്ഥത്തില് ക്രിസ്തുവിന് മുൻപ് രണ്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ രചിക്കപ്പെട്ടതാണ് ഈ മൂലകൃതി. ഈ ജൂബിലികളുടെ ഗ്രന്ഥം എന്ന അതിന്റെ മൂലകൃതി ഹീബ്രു ഭാഷയിൽ ക്രിസ്തുവിന് മുമ്പ് രണ്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ രചിക്കപ്പെട്ടു. അതിനകത്ത് ഒരു പുരോഹിത കലണ്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പുരോഹിത കലണ്ടർ. ആ പുരോഹിത കലണ്ടറിന്റെ സവിശേഷത അത് ചാന്ദ്രമാസ കണക്കിനെ ആശ്രയിക്കാതെ, ലൂണാർ ചന്ദ്രനെ ആശ്രയിക്കാതെ സൂര്യനെ ആശ്രയിച്ച് സൂര്യമാസ കണക്കിൽ പഞ്ചാംഗം തയ്യാറാക്കിയിരിക്കുന്നു. ഈ ജൂബിലിയുടെ ഗ്രന്ഥം ക്രിസ്തു മുമ്പ് എഴുതപ്പെട്ടതാണ്. അതിലൊരു പുരോഹിത കലണ്ടർ ഉണ്ട്. ചന്ദ്രമാസത്തെ അടിസ്ഥാനമാക്കിയല്ല, സൂര്യമാസത്തെ അടിസ്ഥാനമാക്കി. ഒരു വർഷത്തെ 364 ദിവസങ്ങളായി അത് ഭാഗിച്ചിരിക്കുന്നു. 4 കാലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒരു കാലത്തിൽ 3 മാസങ്ങളും അതിൽ 2 മാസങ്ങൾക്ക് 30 ദിവസങ്ങളും ഒരു മാസത്തിന് മാത്രം 31 ദിവസങ്ങളുമായി പഞ്ചാംഗം നിജപ്പെടുത്തി. ഒരു വർഷത്തിന്റെ ഓരോ കാൽഭാഗവും കൃത്യമായി 91 ദിവസങ്ങളും 13 ആഴ്ചകളുമായിരുന്നു. ഓരോ വർഷവും കൃത്യമായി 52 ആഴ്ചകളുമായിരിക്കും ഈ പഞ്ചാംഗത്തിൽ. ഈ പഞ്ചാംഗം അനുസരിച്ച് ആരാധന ക്രമവത്സരത്തിലെ തിരുനാളുകളെല്ലാം ആഴ്ചവട്ടത്തിലെ ഒരേ ദിവസം തന്നെ എല്ലാ വർഷവും ആഘോഷിക്കാൻ പറ്റും. ആ തരത്തിലാണ് പഞ്ചാംഗം. അതുകൊണ്ട് പെസക തിരുനാള് എല്ലാ വർഷവും നീസാൻ മാസത്തിന്റെ 15-ാം തീയതി ബുധനാഴ്ച തന്നെയായിരിക്കും ഈ കലണ്ടർ അനുസരിച്ച്. പെസക ഭക്ഷണം, പെസക ഭോജനം എല്ലാ വർഷവും ചൊവ്വാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയം കഴിഞ്ഞുമായിരിക്കും. ഈ കലണ്ടർ അനുസരിച്ച്, ഈ ജൂബിലിയുടെ ഗ്രന്ഥത്തിലുള്ള പുരോഹിത കലണ്ടർ അനുസരിച്ച് ഖുമ്രാനിലെ എസ്സീൻ സമുദായം, കർത്താവിന്റെ കാലത്തുണ്ടായ 4 യഹൂദ വിഭാഗങ്ങളാണ്. സദ്ദുക്കായര്, ഫരിസയര്, എസ്സീനികള്, ജലോട്ടുകള്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടതാണ്. അതിൽ എസ്സീനികൾ, കുമ്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജെറൂസലേമിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ അകലെയാണ് ഈ കുമ്രാൻ. അവിടെ ഉണ്ടായിരുന്ന എസ്സീൻ സമുദായം ഈ കലണ്ടർ അനുസരിച്ചാണ് അത്രേ പെസക ഭക്ഷിച്ചിരുന്നത്. അപ്പൊ ഈ ആനിശോബത്ത് പറയാണ്, യേശുവും ശിഷ്യന്മാരും പെസക ആഘോഷിച്ചത് ഈ കലണ്ടർ അനുസരിച്ച്, സൂര്യമാസ കലണ്ടർ അനുസരിച്ച് ചൊവ്വാഴ്ച വൈകുന്നേരമാണെന്നാണ്. അന്ന് രാത്രി യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിചാരണകൾ നടന്നത് ബുധനാഴ്ച. ഇതാണ് അവർ പറയുന്ന നിർദ്ദേശം. തന്റെ ഗവേഷണങ്ങളിലൂടെ ഷൗബത്ത് എത്തിച്ചേർന്ന നിഗമനങ്ങൾ 2 പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അവർ മുന്നോട്ട് വെച്ചത്. ഒന്നാമതായി, സമാന്തര സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ യേശുവും ശിഷ്യന്മാരും പെസക ഭോജനം ഭക്ഷിച്ചുവെന്ന് സ്ഥാപിക്കാൻ പറ്റും. യേശു കഴിച്ചത് യഹൂദരുടെ പെസകയാണ്, ഈ കലണ്ടർ അനുസരിച്ചാണ് ചെയ്തതെങ്കിൽ. 2, വിശുദ്ധ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്ന പോലെ യേശുവിന് വിചാരണ ചെയ്യുന്നത് വരെ യഹൂദ മതാധികാരികൾ അവരുടെ പഞ്ചാംഗം അനുസരിച്ച്, ചന്ദ്രമാസ കലണ്ടർ അനുസരിച്ച് യഹൂദ മതാധികാരികള് പെസക തിരുനാൾ ആഘോഷിച്ചിരുന്നില്ല. അപ്പൊ യേശു ഉപയോഗിച്ചത് ഈ ജൂബിലിയുടെ ഗ്രന്ഥത്തിലുള്ള സൂര്യമാസ പഞ്ചാംഗവും യഹൂദ മതത്തിന്റെ മതനേതൃത്വം അവലംബമാക്കിയത് ചന്ദ്രമാസ കണക്കനുസരിച്ച്. നമ്മളിപ്പോ ഈ നമ്മുടെ മുസ്ലിം സമുദായക്കാര് ചന്ദ്രനെ നോക്കിയിട്ടാണല്ലോ, മാസപ്പിറവി നോക്കിയിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കണേ. അപ്പോ ആ തരത്തിലാണ്. അപ്പൊ ഇതിനകത്ത് യാതൊരു പൊരുത്തക്കേടുമില്ല. യോഹന്നാന്റെ സുവിശേഷം പറയുന്നതും സമാന്തര സുവിശേഷം പറയുന്നതും വളരെ കറക്റ്റാണ്. രണ്ടുപേരും 2 കലണ്ടർ ഉപയോഗിച്ചെന്നാണ് ഈ ആനി ഷൗബത്ത് പറയണേ. യഹൂദ പഞ്ചാംഗവും ഈ ജൂബിലികളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ പുരോഹിത പഞ്ചാംഗവും തമ്മിലുള്ള വ്യത്യാസത്തെ ആധാരമാക്കി ചിന്തിച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് സമാന്തര സുവിശേഷകന്മാർ പറഞ്ഞതും ശരിയാണ്, യോഹന്നാൻ പറഞ്ഞതും ശരിയാണ് എന്ന് സ്ഥാപിക്കാമെന്നാണ് ആനി ഷൗബത്ത് പറഞ്ഞത്. വാസ്തവത്തില് ഈ നേട്ടമെന്ന് ആനി ഷൗബത്ത് പറഞ്ഞത് തന്നെയാണ് അതിന്റെ കോട്ടം, ആ നിർദ്ദേശത്തിന്റെ ബലഹീനത. സുവിശേഷ പാരമ്പര്യത്തിലെ സമയക്രമം അനുസരിച്ച്, അതായത് സമാന്തര സുവിശേഷങ്ങൾ യോഹന്നാൻ നൽകുന്ന തീയതികൾ പീഡാനുഭവത്തിലെ സുപ്രധാന സംഭവങ്ങൾ ഏതാനും മണിക്കൂറിനുള്ളിൽ നടന്നതായിട്ട് കാണേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, യഹൂദ മതകോടതിയായ ആലോചന സംഘം, സാനഗദ്രിൻ സംഘം, അതിന്റെ വിചാരണ, മതകോടതിയായ ആലോചന സംഘത്തിന്റെ റോമൻ ഗവർണറായ പീലാത്തോസിന് മുമ്പിലുള്ള വിചാരണ അരമന കോടതിയിൽ 2 ഘട്ടമായി അരങ്ങേറിയ ആ വിചാരണ, പീലാത്തോസിന്റെ ഭാര്യയുടെ സ്വപ്നം,
ഹേറോദിന്റെ പക്കലേക്കുള്ള ആനയിക്കപ്പെടല്, ചമ്മട്ടിയടി, മരണശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ജഡ്ജിയുടെ പ്രസ്താവം, കുരിശന്റെ വടി, ക്രൂശാരോഹണം എന്നിവ ഏതാനും മണിക്കൂറിൽ സംഭവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് ഈ ഷൗബർട്ട് പറയണേ. അപ്പൊ അതിന് പരിഹാരമായിട്ടാണ് അവർ പറഞ്ഞത്, ചൊവ്വാഴ്ച രാത്രി യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഈ വിവിധ വിചാരങ്ങൾ നടന്നു. വെള്ളിയാഴ്ച യേശുവിന്റെ കുരിശാരോഹണം നടന്നു. അപ്പോൾ ഓശാന ഞായറാഴ്ച മുതൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ സംഭവങ്ങൾ വരെ കൃത്യമായ തീയതി അനുസരിച്ച് വർണ്ണിച്ച മർക്കോസ് പെട്ടെന്ന് തന്നെ പെസഹ ഭക്ഷണം വർണ്ണിക്കാൻ തിടുക്കം കാട്ടിയത് അത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് പറയണേ. ഈ മർക്കോസില് ബുധൻ വ്യാഴം മൗനമാണ് എന്ന് പറയുന്നു. ചൊവ്വാഴ്ച ആണല്ലോ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. രാത്രി നടന്ന പെസഹ വിരുന്ന് മാത്രമാണ് മർക്കോസ് അവതരിപ്പിച്ചെന്നാണ് പറയുന്നത്. ഈ തന്റെ പരിഹാര നിർദ്ദേശം ശരിയാണെങ്കിൽ യഹൂദ മതമേധാവികൾ ആഗ്രഹിച്ചതുപോലെ പെസഹ തിരുനാൾ മുമ്പ് തന്നെ യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ വിജയിച്ചുവെന്ന് ഷൗബർട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ പീലാത്തോസ് ക്രൂശാരോഹണം വെള്ളിയാഴ്ച നീട്ടിക്കൊണ്ടുപോയി അത്രേ. ഇതാണ് ഷൗബർട്ട് പറയണേ. അയാളുടെ സന്ദേഹങ്ങളും തീരുമാനമെടുക്കാനുള്ള മടിയും കാരണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ബുധനാഴ്ചയിലേക്ക് കടക്കുന്ന രാത്രി മുതൽ ദുഃഖവെള്ളിയാഴ്ച രാവിലെ വരെ ഈ സമയപരിധിക്കുള്ളിൽ എല്ലാം നടന്നുവെന്നാണ് ഷൗബർട്ട് വാദിക്കുന്നത്. ബുധനാഴ്ച രാത്രി, വ്യാഴം മുഴുവൻ, വെള്ളി രാവിലെ വരെ ഏകദേശം 2-3 ദിവസത്തെ ദൈർഘ്യമുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ പല വിചാരണകൾ അങ്ങോട്ട് കൊണ്ടുപോലെ ഇങ്ങോട്ട് കൊണ്ടുപോലെ ഇതെല്ലാം നടക്കാൻ സമയം കിട്ടിയെന്നാണ് ഷൗബർട്ട് പറയണേ. പക്ഷെ അത് തന്നെയാണ് അവരുടെ വാദഗതിയുടെ വീക്ക്നെസ്. നമ്മൾ പറഞ്ഞു എന്താണത്? യേശുവിന്റെ അന്തിമ ഭോജനം ചൊവ്വാഴ്ചയായിരുന്നുവെന്ന ഷൗബർട്ടിന്റെ നിഗമനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഈ ജൂബിലിയുടെ ഗ്രന്ഥം കർത്താവ് ആ പഞ്ചാംഗം ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ സാധിച്ചാലാണ് നമുക്ക് സാധിക്കുക. 2-ാം നൂറ്റാണ്ട് മുതലെങ്കിലും പെസഹ വ്യാഴാഴ്ച രാത്രിയാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നത്. പെസഹ വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച മരിക്കുന്നു. അപ്പൊ ചൊവ്വാഴ്ച കർത്താവ് പെസഹ ആചരിച്ചു, ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ സഭ ആദ്യം മുതലേ ചൊവ്വാഴ്ചയാണ് ആഘോഷിക്കുമായിരുന്നേ. പെസഹ വ്യാഴാഴ്ചയല്ല ആഘോഷിക്കുക, ചൊവ്വാഴ്ചയാണ്. പക്ഷെ സഭയുടെ ആരംഭം മുതൽ വ്യാഴാഴ്ചയാണ് അത് ആഘോഷിക്കുന്നത്. അപ്പോൾ യേശു തുടക്കം മുതൽ ശിഷ്യന്മാരോടൊപ്പം ഈ ജൂബിലിയുടെ ഗ്രന്ഥത്തിലെ കലണ്ടർ അനുസരിച്ച് ചൊവ്വാഴ്ചയാണ് പെസഹ ഭക്ഷിച്ചതെങ്കിൽ സഭ ആ ദിവസമല്ലേ ഇത് ആചരിക്കുമായിരുന്നത്? എന്തുകൊണ്ട് സഭ തുടക്കം മുതൽ വ്യാഴാഴ്ച പെസഹ ആചരിച്ചു? അപ്പൊ അതിന് അവര് പറയുന്ന ഒരു മറുപടി, ഈ ആനി ഷൗബർട്ട് പറയുന്ന മറുപടി, ഈ 3-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഡിഡസ്കാലിയ അപ്പസ്തോലോരും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഡിഡസ്കാലിയ അപ്പസ്തോലോരും. അത് നമ്മുടെ ചേടിയത്തച്ഛൻ ജി ചേടിയത്തച്ഛൻ വടവാദ സെമിനാറിൽ ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകം മലയാളത്തിൽ കിട്ടും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചൊവ്വാഴ്ചയാണെന്ന് എഴുതിയിട്ടുണ്ട്. പെസഹ നടന്ന് ചൊവ്വാഴ്ചയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും ഈ ഗ്രന്ഥത്തിലുള്ള വളരെ പുരാതനമായ ഒരു പരാമർശമായിരിക്കാം. എങ്കിലും 3-ാം നൂറ്റാണ്ടിലാണ്. ഈ 1-ാം നൂറ്റാണ്ടിൽ ഈ സംഗതി കഴിഞ്ഞിട്ട് AD 33 കഴിഞ്ഞിട്ട് 10-250 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. അതിനു മുമ്പ് തന്നെ ഈ പെസഹ വ്യാഴാഴ്ച ആദിമസഭ ആചരിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ഈ 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ളൊരു അത് അത്ര മൗലികമാണെങ്കിൽ എന്തുകൊണ്ട് ചോദ്യപ്പോഴും നിലനിൽക്കുകയാണ്, എന്തുകൊണ്ട് ആദിമസഭ പെസഹ വ്യാഴാഴ്ച കർത്താവിന്റെ പെസഹ ആചരിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് ചൊവ്വാഴ്ച ചെയ്തില്ല? മാത്രമല്ല ഖുംറാനിലെ എസീനിൽ ഇത് ഉപയോഗിച്ചെന്ന് പറയണ്ടല്ലോ, ഈ ഷൗബർട്ട് പറയുന്നുണ്ട്. തെളിവൊന്നുമില്ല, അതിന് തെളിവില്ല. അപ്പോൾ പിന്നെ അവരുപയോഗിച്ചാൽ പോലും, എസീനികൾ അത് ഉപയോഗിച്ചാൽ പോലും ഈശോ ആ കലണ്ടർ ഉപയോഗിച്ചെന്നുള്ളതിന് തെളിവില്ല. സഭയാണെങ്കിൽ ചൊവ്വാഴ്ചയല്ല വ്യാഴാഴ്ചയാണ് തുടക്കം മുതൽ പെസഹ ആചരിച്ചിരുന്നത്. ഇത്രയും വിശദമായ കാര്യങ്ങൾ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോൾ കേൾക്കും ചൊവ്വാഴ്ചയാണ്, ചിലപ്പോൾ ബുധനാഴ്ചയാണ് എന്നെല്ലാം കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. പുസ്തകം നിങ്ങളുടെ പലരുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട്, നസ്രത്തിൽ യേശു. ഇല്ലെങ്കിൽ ഒരു കോപ്പി വാങ്ങിക്കുക, ആളിത് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ എന്റെ നിഗമനം പറയാം. അതിനു മുമ്പ് ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് 12,000 വർഷം മുമ്പത്തെ ഒരു കാര്യമാണ്. അപ്പൊ യഹൂദ ലോകം എത്ര സങ്കീർണമായിരുന്നു. യഹൂദരുടെ ഇടയിൽ തന്നെ പല വിഭാഗം ഉണ്ടായിരുന്നു. ഓരോ വിഭാഗവും ഓരോ തരത്തിലാണ് ആചരിച്ചിരുന്നത്. അപ്പൊ നമുക്ക് പലതും നിശ്ചയിക്കാനായിട്ട് നമുക്ക് പ്രയാസങ്ങളുണ്ട്. എങ്കിലും തിരുവചനങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അത്ര വലിയ പ്രയാസമില്ല താനും. നമുക്ക് ഈ വേദശാസ്ത്രിമാരുടെ നിഗമനങ്ങൾക്ക് പിന്നാലെ പോകാതെ തിരുവചനങ്ങളെ കുറച്ചുകൂടി
ആഴത്തിൽ പഠിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. അത് ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കോസ് അങ്ങനെ എഴുതിയത്, മത്തായി ലൂക്കാസും അതിന് പിന്താങ്ങിയത് എന്തുകൊണ്ടാണ്, യോഹന്നാൻ ഒരല്പം വ്യത്യാസമായിട്ട് എഴുതിയത് എന്തുകൊണ്ടാണ്, ഇതിലേതാണ് ചരിത്രപരം, ഏതാണ് സ്വീകരിക്കേണ്ടത്, ഇതാണ് നമ്മൾ നിശ്ചയിക്കേണ്ടത്. നമ്മൾ അതിലേക്ക് എത്തുകയാണ്. എങ്കിലും സങ്കീർണത നമ്മൾ തീർത്തും തള്ളിക്കളയരുത്. അപ്പൊ നമുക്ക് ഇത് പ്രശ്നം അവതരിപ്പിച്ചു കഴിഞ്ഞു ഇല്ലേ? യോഹന്നാന്റെ സുവിശേഷവും സമാന്തര സുവിശേഷം തമ്മിലുള്ള അന്തരം, അത് പൊരുത്തപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം ഇതെല്ലാം എല്ലാ വേദശാസ്ത്രങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രശ്നമാണ്. ഇതേക്കുറിച്ച് വളരെ ഗഹനമായി പഠിച്ച ഒരു അമേരിക്കക്കാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജോൺ പി മെയർ. ദ മാർജിനൽ ജ്യൂ, എ റീതിങ്കിങ് ഓഫ് ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പല വോള്യങ്ങളുള്ള പുസ്തകമുണ്ട്. എ മാർജിനൽ ജ്യൂ, എ റീതിങ്കിങ് ഓഫ് ഹിസ്റ്റോറിക്കൽ ജീസസ്, അതാണ് പുസ്തകത്തിന്റെ പേര്. വളരെ ആഴത്തിൽ പഠിച്ചിരിക്കുന്ന ഒരു സംഗതിയാണത്. അതിന്റെ ഒന്നാമത്തെ വോള്യത്തിന്റെ അവസാന ഭാഗത്ത് യേശുവിന്റെ ജീവിതത്തിന്റെ ഈ സമയക്രമം, അതിന്റെ ഒരു സമഗ്രമായ പഠനം തന്നെ മേയർ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സമാന്തര സുവിശേഷങ്ങളിലും യോഹന്നാന്റെ സുവിശേഷത്തിലുമുള്ള ഈ സമയക്രമത്തിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കണം. ലഭ്യമായിരിക്കുന്ന രേഖകളും വസ്തുതകളും മറ്റാധാര സ്രോതസ്സുകളും ഒക്കെ അടിസ്ഥാനമാക്കി എല്ലാ തെളിവുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രപരമായി സംഭവിച്ചത് യോഹന്നാൻ പറഞ്ഞതുപോലെയാണ്. അതായത് പെസഹ തിരുനാളിന്റെ തലേ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കർത്താവ് മരിച്ചു. പെസഹ തിരുനാളിന്റെ തലേ ദിവസം മഹാപുരോഹിതൻ കുഞ്ഞാടിനെ ദേവാലയത്തിൽ അറുക്കുന്ന സമയത്ത് ഈശോ കുരിശിൽ മരിച്ചു. ഇതാണ് ചരിത്രത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന പല കാര്യങ്ങളും ചരിത്രപരമായി അപ്പാടെ സത്യമാണ്. പീലാത്തോസിന് മുമ്പിൽ വെച്ച് യേശുവിന് വിചാരണ നടക്കുന്നത് വരെ യഹൂദ മതാധികാരികൾ പെസഹ ഭക്ഷണം ഭക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ യഹൂദ മതാചാര വിധിപ്രകാരം ശുദ്ധരായിരുന്നു. അത് യോഹന്നാൻ സാക്ഷ്യപ്പെടുന്നത് വളരെ സത്യമാണ്. അതുപോലെ തന്നെ യേശു ക്രൂശിക്കപ്പെട്ടത് പെസഹ തിരുനാളിന്റെ അന്നല്ല, പിന്നെയോ പെസഹ തിരുനാളിന്റെ തലേ ദിവസമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, അതൊന്നുകൂടി ആവർത്തിക്കുകയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അത് പൗലോസിലേക്ക് പറയാണ്. അത് ശരിക്കും യഹൂദ മത മഹാപുരോഹിതൻ ദേവാലയത്തിൽ സാധാരണ ഒരു ആടിനെ അറുക്കുന്ന സമയത്ത് നമ്മുടെ ദിവ്യ കുഞ്ഞാടായ ഈശോ ആ സമയത്ത് 3 മണിക്ക് അറുക്കപ്പെട്ടു. അത് ആദിമസഭ ആഘോഷിക്കുകയും ചെയ്തു. തെളിവുകളെല്ലാം ഈ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് സമാന്തര സുവിശേഷങ്ങള് ഒടുവിലത്തെ അത്താഴം പെസഹ ഭക്ഷണമായിരുന്നു, യഹൂദ പെസഹ ഭക്ഷണമായിരുന്നു സാക്ഷ്യപ്പെടുത്തണേ? എന്തിനാണ് യോഹന്നാൻ പറയുന്നത് ശരിയെങ്കിൽ എന്തിനാണ് മാർക്കോസും മത്തായും ലൂക്കായും മറിച്ചൊരു കാര്യം പറയണേ? അതായത് തിരുനാൾ ദിവസമാണ് ഈശോ കൊല്ലപ്പെട്ടതെന്നും തലേ ദിവസം യഹൂദ പെസഹ ഈശോ ഭക്ഷിച്ചു എന്ന് എന്തിനാണ് പറയണേ? അതിന് മറ്റ് വ്യാഖ്യാതാക്കളെ പോലെയും വേദശാസ്ത്രികളൊക്കെ ഒക്കെ പോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇതാണ്. ഈ മർക്കോസിന്റെ സുവിശേഷം 14:19 ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് പെസഹായുടെ സൂചനയുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 1 വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത്. പിന്നെ ആ അധ്യായത്തിന്റെ 10 മുതൽ 16 വാക്യങ്ങളിലാണ് പെസഹായെ കുറിച്ച് പറയണേ. അത് ഒരു ദൈവശാസ്ത്രപരമായ പ്രസ്താവനയാണ്, ചരിത്രപരമായ പ്രസ്താവനയല്ല. പൊരുത്തക്കേടൊന്നുമില്ല. എന്താണ് അർത്ഥം എന്നറിയാമോ? ഈശോ പെസഹ കുഞ്ഞാടായി കൊല്ലപ്പെട്ടു എന്ന് യോഹന്നാൻ പറയുന്നത് വളരെ സത്യം. പക്ഷെ ആ പെസഹ എന്ന് പറയുന്നത്, പെസഹ കുഞ്ഞാട് യഹൂദരുടെ പെസഹയല്ല, യേശു എന്ന പെസഹയാണ് നമുക്കുള്ളത്. പെസഹ എന്ന് പറഞ്ഞാൽ പാസ് ഓവർ, പുറപ്പാട്. അപ്പൊ നമ്മുടെ പുറപ്പാടിനുള്ള ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പുറപ്പാടിനുള്ള ആ പെസഹയ്ക്കുള്ള കുഞ്ഞാടാണ് ഈശോ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് ഈശോ അനുഭവിച്ചൊരു പെസഹായെ കുറിച്ചാണ്, യഹൂദ പെസഹായെ കുറിച്ചല്ല മർക്കോസ് പറയണെന്നുള്ളതാണ്. മർക്കോസ് സൂചിപ്പിക്കുന്നത് ദൈവശാസ്ത്രമാണ്, ചരിത്രമല്ല. പെസഹ ഭക്ഷണമാണത്, പക്ഷെ യഹൂദയുടെ പെസഹ ഭക്ഷണമല്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിനോട് നമുക്ക് ഇതാണ് ജോൺ പി മേയർ പറയുന്ന ഉത്തരം. അതുതന്നെയാണ് ബെനഡിക്ട് മാർപ്പാപ്പയും അംഗീകരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ ചോദ്യം വരികയാണ്, എപ്പോഴാണ് യേശു ഭക്ഷിച്ചത്? എന്താണ് അവൻ ഭക്ഷിച്ചത്? യഹൂദ പെസഹയല്ല, പിന്നെ എന്തായിരുന്നു അത്? അതിനെന്തുകൊണ്ട് പെസഹ എന്ന് പറയണേ? യഹൂദ പെസഹ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പെസഹ എന്ന് പറയണേ?
ഇതാണ് നമ്മുടെ ചോദ്യം. യഹൂദ പെസകയല്ല യോഹന്നാൻ പറയുന്നു. പിന്നെ എന്തിനാണ് മർക്കോസ് പിന്നെ മത്തായും ലൂക്കായും അത് പെസകമായി ആണെന്ന് പറയണേ? അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം അതാണ്. ഒടുവിൽ അത്താഴത്തിന് പെസക ഭക്ഷണത്തിന്റെ സ്വഭാവമില്ല എന്ന പ്രാചീന സമാന്തര പാരമ്പര്യം യോജിക്കുന്നത് ആദ്യം ഇല്ലേ? പെസക ഭക്ഷണമല്ല എന്ന് യോഹന്നാൻ പറയുന്നത് ആ യോഹന്നാന്റെ പാരമ്പര്യം, അതിനോട് നമ്മൾ ചരിത്രപരമായി യോജിക്കുമ്പോഴും ദൈവശാസ്ത്രപരമായി മർക്കോസും മത്തായും ലൂക്കായും പറയുന്നതിനോടും യോജിക്കണം. അപ്പൊ രണ്ടിനും മുൻപ് നമ്മൾ കണക്കാക്കിയിരുന്നത് യോഹന്നാനാണ് ദൈവശാസ്ത്രപരം, ചരിത്രപരം സമാന്തര സുവിശേഷങ്ങളാണെന്നാണ്. മറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടി. ഈ പണ്ട് വേദശാസ്ത്രികൾ തന്നെ പറഞ്ഞിരുന്നത് യോഹന്നാൻ ദൈവശാസ്ത്രവൽക്കരിച്ചു, മത്തായും മർക്കോസും ലൂക്കായും ചരിത്രം എഴുതിയെന്ന്. ഇപ്പൊ തെളിവുകളെല്ലാം കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായത് യോഹന്നാൻ ചരിത്രം എഴുതി, അതിന്റെ ദൈവശാസ്ത്രമാണ് മത്തായും മർക്കോസും ലൂക്കായും നൽകുന്നത്. അപ്പോൾ എന്തായിരുന്നു യേശുവിന്റെ അന്ത്യഭോജനം, അന്ത്യവിരുന്ന്, അന്ത്യത്താഴം? ആദ്യകാലം മുതൽ ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം ഈ അന്ത്യത്താഴത്തിന് പെസഹായുടെ പരിവേഷം നൽകാൻ മർക്കോസ് നൽകി, മത്തായി നൽകി, ലൂക്ക നൽകി, ആദിമസഭ നൽകി. കാരണം എന്ത്? ഞാൻ ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കുകയാണ്. യോഹന്നാൻ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ സംഭവിച്ചത് യഹൂദരുടെ പെസഹാത്തിന് തലേ ദിവസം 3 മണിക്ക് കർത്താവ് കൊല്ലപ്പെട്ടു. അപ്പൊ കർത്താവ് കഴിച്ചത് പെസക ഭക്ഷണമല്ല. പക്ഷേ മർക്കോസ് പറയുന്നു പെസഹായുടെ അന്തരീക്ഷത്തിലാണ് നടന്നത്. മർക്കോസ് പറയുന്നതിനെ മത്തായും ലൂക്കസും അംഗീകരിക്കുന്നു. ആദിമസഭയിലും തൊട്ട് ഇന്ന് വരെ പെസഹായുടെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ അന്ത്യത്താഴം ഇപ്പോഴും നമ്മൾ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ട്? ഉത്തരം വളരെ ലളിതമാണ്, പക്ഷെ ഭയങ്കര ഗംഭീരമാണ്. തന്റെ മരണം അടുത്തുവെന്ന് കർത്താവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. 2 സംഭവങ്ങളാണ് അതിലേക്ക് നയിച്ചു. ഒന്ന്, ദേവാലയ ശുദ്ധീകരണം തിങ്കളാഴ്ച. പിന്നെ അവർ വെച്ചേക്കില്ലെന്ന്, യഹൂദ മത നേതൃത്വം വെച്ചേക്കില്ലെന്ന് കർത്താവ് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഒരു തീരുമാനം അവരെടുത്തിരുന്നു. ലാസർ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജോസഫ് കയഫാസ് എന്ന് പറഞ്ഞ അക്കൊല്ലത്തെ മഹാപുരോഹിതൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ, ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ അവനെ കൊന്നു കളഞ്ഞാൽ മതി. നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? TP ചന്ദ്രശേഖരനെ കൊന്ന അറിയില്ലേ? അതന്നെ, ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുത്തൻ അങ്ങ് കൊന്നു കളയുക. അതാണ് കയ്യഫാസ് എന്ന് പറഞ്ഞത്. പക്ഷെ അതിന് ദൈവശാസ്ത്രമായ അർത്ഥമുണ്ട്. മനുഷ്യവംശം മുഴുവൻ നശിക്കാതിരിക്കാൻ ദൈവവും മനുഷ്യവും പാപമില്ലാത്തവനോ ഒരുവൻ തന്റെ പ്രാണൻ പകരം കൊടുക്കുക. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അത് വേറൊരർത്ഥം. അപ്പോൾ കർത്താവ് കൊല്ലപ്പെടും, ലാസർ ഉയർപ്പിച്ചു, പിന്നാലെ ഈ ദേവാലയ ശുദ്ധീകരണം. അതിനുമുമ്പ് 2 കൊല്ലം മുമ്പ് കർത്താവ് ദേവാലയം ഒന്ന് ശുദ്ധീകരിച്ചിരുന്നു. അപ്പൊ ഈ രണ്ടാമത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അബദ്ധമല്ലെന്നും അവന് വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമില്ലെന്നും യഹൂദ മത നേതൃത്വം തീരുമാനിക്കുന്ന കർത്താവിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്റെ അന്ത്യം അടുക്കുകയാണെന്ന് കർത്താവിന് അറിയാം. യഹൂദ പെസഹ ഇല്ലേ ആചരിക്കാൻ അവർ നിലനിർത്തില്ല, അതിലേക്ക് അങ്ങ് എത്തില്ല. അതിനു മുമ്പ് തന്നെ താൻ കൊല്ലപ്പെടും. അതേസമയം കൊല്ലപ്പെടുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. വീണ്ടും ഒരു യഹൂദ പെസഹ ആഘോഷിക്കാൻ കർത്താവിന് താല്പര്യം ഉണ്ടാകുമായിരിക്കാം. പക്ഷെ വേറൊരു സംഗതിയുണ്ട്. ആ പെസഹയുടെ പശ്ചാത്തലത്തിൽ നടക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇതേക്കുറിച്ച് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മോഹത്തോടെ ആഗ്രഹിച്ചു, ഞാൻ കൊതിയോടെ മോഹിച്ചു. ആ തമ്പനയിൽ നിങ്ങളൊരു എന്റെ ഒരു വീഡിയോ കാണും. ലൂക്കാസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ. പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടി പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ മോഹത്തോടെ കൊതിച്ചു. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇത് ഭക്ഷിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇത് കർത്താവ് ഇല്ലേ ഒരു പെസഹ ഭക്ഷിക്കണം. ഇനി ദൈവരാജ്യത്തിൽ ഇത് കഴിക്കാനും പറ്റില്ല ഈ പെസഹ. കാരണം ഇതോടുകൂടി മാറ്റം വരും. ഈ പെസഹായോടുകൂടി ഇത് കഴിച്ച സംഗതി മാറും. തൊട്ടടുത്ത നിമിഷം മുതൽ വേറെ സംഗതിയായിട്ട് മാറും. കുർബാനയായിട്ട് മാറുകയാണ്. പെസഹ കുർബാനയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് യഹൂദ പെസഹായ്ക്ക് മുൻപ് മരിക്കുമെന്ന് കർത്താവിന് അറിയാം. അതിനു മുൻപ് ശിഷ്യന്മാരുമൊത്ത് ഈ ഈ പീഡ അനുഭവിക്കുന്നതിന് മുൻപ് പാസ്കോ എന്നാണ് ഗ്രീക്ക്. പാസ്കോ പീഡ. ഈ പെസഹ അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ മോഹത്തോടെ കൊതിച്ചെന്നുള്ള അങ്ങനെയാണ് അതിന്റെ തമ്പനയിലും തോന്നുന്നു. ഞാനത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് പാസ്കോ, ഈ പെസഹ ആചരിക്കാൻ ഞാൻ മോഹത്തോടെ കൊതിയോടെ മോഹിച്ചെന്ന് പറഞ്ഞാൽ
അതിന്റെ അർത്ഥം ഇതാണ്, തന്റേതായ ഒരു പെസക, യഹൂദ പെസകയല്ല, യേശുവിന്റെ തനത് പെസക, യേശുവിന്റെ മാത്രമായ പെസക. അത് യഹൂദ പെസകയല്ല, യേശുവിന്റെ മാത്രമുള്ള ഒരു പെസക ഈ ശിഷ്യന്മാരോടൊപ്പം ആചരിക്കുക. ആ പെസകായില് പുരോഹിതന്മാരായിട്ട് ഇവരെ വാഴിക്കുക, വിശുദ്ധ കുർബാന സ്ഥാപിക്കുക. അതോടെ പെസക തന്നെ പുതിയ ഒരു രൂപത്തിലേക്ക് മാറി. അതുകൊണ്ട് പഴയ പെസകായിൽ നിന്ന് ഇനി അവന് വീഞ്ഞു കുടിക്കാൻ പറ്റില്ല. ദൈവരാജ്യത്തിൽ വേറെ പുതിയ വീഞ്ഞു കുടിക്കാനേ പറ്റൂ, വിശുദ്ധ കുർബാനയുടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യേശു യഹൂദ പെസകയല്ല ആചരിച്ചത്, യേശുവിന്റെ തനത് തീർത്തും പുതിയതായ തീർത്തും നവമായ ഒരു പെസകയാണ്. അതുകൊണ്ടാണ് പെസക 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 എന്ന വാക്ക് മർക്കോസും മത്തായും ലൂക്കാസും ആവർത്തിച്ചിരിക്കുന്നത്. അത് യഹൂദ പെസകയല്ല, യേശുവിന്റെ പെസകയാണ്, യേശുവിന്റെ തനത് പെസകയാണ്, യേശു പുതുതായി ആവിഷ്കരിച്ച പെസകയാണ്. ആ പെസകയിൽ ഈശോ തന്നെയാണ് പെസക കുഞ്ഞാട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പെസക ഭക്ഷണത്തിൽ ഒന്നും തന്നെ കുഞ്ഞാടിനെ അറക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല, മർക്കോസും മത്തായും ലൂക്കാസും. കാരണം കുഞ്ഞാടില്ല, യേശുവാണ് കുഞ്ഞാട്. അപ്പൊ ആ പെസക എന്ന് മർക്കോസ് പറയുന്നത് യേശുവിന്റെ പുതിയ പെസകയാണ്, യേശുവിന്റെ തനതായ പെസകയാണ്, യഹൂദരുടെ പെസകയല്ല. വിമത വൈദികരെ, അൽമായ മുന്നേറ്റക്കാരെ, നിങ്ങളിത് നന്നായിട്ടൊന്ന് പഠിക്കൂ, നന്നായിട്ടൊന്ന് കേൾക്കൂ. നിങ്ങൾക്കെതിരല്ല ഞാൻ പറയുന്നത്, കർത്താവിന്റെ വചനമാണ് ഞാൻ പറയണേ. തീർത്തും നവീനവും സനാതനവുമായത് എന്തോ കൊടുക്കാൻ വേണ്ടി, അതായത് വിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി, പൗരോഹിത്യം കൊടുക്കാൻ വേണ്ടി യേശുവിൻ്റെതായ പെസക, തനതായ പെസക, തീർത്തും നവമായ ഒരു പെസക ആചരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മർക്കോസ് പെസക തന്നെ എഴുതിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ നിയമത്തില് പെസക പാരമ്പര്യത്തിൽ ഉരുത്തിരിയുന്ന വ്യക്തമായൊരു സന്ദേശമുണ്ട്, ഒരു സത്യമുണ്ട്. യേശുവിന്റെ വിടവാങ്ങൽ ഭോജനം എന്ന് പറഞ്ഞ അന്ത്യത്താഴം പഴയ യഹൂദരുടെ പഴയ പെസകയല്ല. ഇത് ബെർണക് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. അത് യഹൂദ പെസകയല്ല, അതൊരു പുതിയ പെസകയായിരുന്നു. അതാണ് നിത്യം നിലനിൽക്കുന്ന സത്യം, സനാതന സത്യം. യഹൂദരുടെ പെസകാചരണത്തിന്റെ പശ്ചാത്തലത്തിലാണ്, പക്ഷെ യേശുവിന്റെ തനതായ പെസകയാണ്. യഹൂദരുടെ പെസകാചരണത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പശ്ചാത്തലമേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട്. പെസക തിരുനാളിലല്ല. പെസക തിരുനാൾ തലേ ദിവസം കർത്താവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അപ്പം യഹൂദ പെസക ഭക്ഷിക്കാനും പറ്റില്ല. യഹൂദരുടെ പെസക തിരുനാളിലല്ല കർത്താവ് മരിച്ചതും, തലേ ദിവസമാണ്. പക്ഷെ അപ്പോഴും പെസകയുടെ ഒരു പശ്ചാത്തലമുണ്ടല്ലോ. നമുക്കൊരു തിരുനാൾ എന്ന് പറഞ്ഞാൽ തലേ ദിവസമൊക്കെ ഉണ്ടല്ലോ, കൊടിയേറ്റം മുതലൊക്കെ. അപ്പൊ യഹൂദരുടെ പെസകയുടെ പശ്ചാത്തലത്തിൽ യേശു തീർത്തും പുതിയൊരു പെസക, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന പുറപ്പാട്, ആ പുറപ്പാടിൽ നവീനമായ ഒരു സംഗതി കൊടുക്കാൻ ആഗ്രഹിച്ചു. നവീനമായത് എന്താണ്? വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന വേണമെങ്കിൽ പുതിയ നിയമ പൗരോഹിത്യം വേണം. ഇത് രണ്ടും കൊടുക്കാൻ വേണ്ടി അവന്റേതായ ഒരു പെസക, യഹൂദ പെസകയല്ല, പഴയ പെസകയല്ല, പുതിയൊരു പെസക അവൻ സൃഷ്ടിച്ചു, കർത്താവ് സൃഷ്ടിച്ചു. യഹൂദ ആചാരങ്ങൾ അനുസരിച്ചുള്ള പെസക അല്ലാത്തത് കൊണ്ടാണ് കുഞ്ഞാടിനെ കുറിച്ചുള്ള പരാമർശം അവിടെ ഇല്ലാത്തത്. യേശു എന്ന ദിവ്യ കുഞ്ഞാടാണ് പുതിയ പെസക കുഞ്ഞാട്. ഇതെല്ലാം യേശുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഒക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുക. അപ്പോൾ യേശു പെസക ആഘോഷിച്ചെന്നും ആഘോഷിച്ചില്ലെന്നും പറയാം. ആഘോഷിച്ചെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെതായ പെസകയാണ്, യേശുവിൻ്റെതായ പെസക. ആഘോഷിച്ചില്ലെന്ന് പറഞ്ഞാൽ യഹൂദ പെസകയല്ല, യഹൂദ പെസക ആഘോഷിച്ചില്ല. പെസകയോടനുബന്ധിച്ചുള്ള പഴയ ആചാരാനുഷ്ഠാനങ്ങൾ ഒന്നും നടത്താനോ പാലിക്കാനോ കർത്താവ് പോയില്ല, ചെയ്തുമില്ല. അതൊരു സമയമായപ്പോഴേക്കും യേശു മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ തന്നെ അവർക്ക് നൽകിക്കൊണ്ട് അവൻ യഥാർത്ഥത്തിലുള്ളതും നവീനവുമായ പെസക ശിഷ്യന്മാരോടൊത്ത് ആഘോഷിച്ചു. പഴയതിനെ ഇല്ലാതാക്കിയില്ല, മറിച്ച് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ നിവൃത്തിയാക്കി, ആവിഷ്കരിച്ചു. അവരെന്തിനെ കുഞ്ഞാടിനെ കൊന്നിരുന്നത്? പാവപരിഹാര ബലിക്ക്. ഒരു വെറും ആടിനെ കൊന്ന കാര്യം ഉണ്ടാവോ? ഇല്ല. ദൈവവും മനുഷ്യരും പാപമില്ലാത്തവനായ ഒരാള് സമർപ്പിക്കപ്പെട്ടാലല്ലേ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമാകൂ. അത് ക്രിസ്തു ചെയ്തു. അവര് തിരുനാളിൽ പ്രതീകത്തിനോട് ചെയ്തത് കർത്താവ് ശരിക്കും ചെയ്തു. അത് ആ കുഞ്ഞാടിനെ അറക്കുന്ന സമയത്ത് കർത്താവ് മരിച്ചു. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത് ചരിത്രപരമായ സത്യവും മർക്കോസും മത്തായും ലൂക്കായും പറഞ്ഞത് ദൈവശാസ്ത്രപരമായ സത്യവുമാണ്. യാതൊരു പൊരുത്തക്കേടുമില്ല.
ഇനി ഇതിന്റെ എല്ലാം വെളിച്ചത്തിലാണ് പുതിയ പെസഹായുടെയും പഴയ പെസഹയുടെയും ഒന്നിച്ചുള്ള വീക്ഷണത്തിൽ നിന്നുകൊണ്ട് യേശുവിന്റെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഭാഷാ സങ്കേതങ്ങളിലൂടെ യേശുവിന്റെ ഒടുവിലത്തെ അത്താഴത്തിന് പെസഹാ ഭക്ഷണത്തിന് പുതിയ വ്യാഖ്യാനം കൊടുക്കുകയാണ് ആദിമസഭ ചെയ്തത്, വിശേഷിച്ച് പൗലോസ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പൗലോസ് നൽകുന്നത്. 1 കൊരിന്ത്യർ 5:7. നിങ്ങൾ പുളിയില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കണമല്ലോ. എന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലി അറുക്കപ്പെട്ടിരിക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസവും പെസഹാ ദിനവും ഒന്നിന് പിറകെ ഒന്നായി വരുന്നത് മർക്കോസ് എഴുതിയിട്ടുണ്ട്. പുളിപ്പില്ലാത്ത അപ്പം കഴിഞ്ഞ് പിന്നെ പെസഹാ തിരുനാള്, അങ്ങനെയാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിനം, പെസഹാ തിരുനാൾ, പിന്നെ പെസഹാ ദിനം ഒന്നിന് പിറകെ ഒന്നായിട്ട് വരികയാണ്. മർക്കോസ് 14:1. ഈ പഴയ ആചാരാനുഷ്ഠാനത്തെ ക്രിസ്തു ദർശനത്തിന്റെയും ക്രിസ്തീയ സ്വത്വ ദർശനത്തിന്റെയും വ്യാഖ്യാനമായി രൂപാന്തരപ്പെടുത്തിയിരിക്കുകയാണ് പൗലോസ്. വളരെ ലളിതമായി പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് യഹൂദ പെസഹയാണ്. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത്, അതിന് പിന്നാലെയാണ് പെസഹ വരുന്നത്, അത് യേശുവിന്റെ പെസഹയാണ്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? സൂക്ഷിച്ചു വായിച്ചു നോക്കിയാൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസവും പെസഹാ ദിനവും ഒന്നിന് പിറകെ ഒന്നായി വരുന്നു എന്നാണ് മർക്കോസ് 14:1. അപ്പോ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് പഴയ പെസഹയാണ് യഹൂദരുടെ. പുതിയ പെസഹ യേശുവിന്റെ പെസഹയാണ്, അത് അതിന്റെ പിന്നാലെയാണ്. അപ്പോൾ പൗലോസ് എന്താ പറയുന്നത് അറിയാമോ? പെസഹ കുഞ്ഞാടായ, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു അറക്കപ്പെട്ടിട്ടുള്ളതിനാൽ പഴയ പെസഹയുടെ യാതൊന്നും ക്രിസ്തു ശിക്ഷയിൽ ഉണ്ടാകാതിരിക്കാൻ അവർ പഴയതെല്ലാം, പുളിപ്പുള്ളതെല്ലാം നീക്കിക്കളഞ്ഞ് പുതിയ മനുഷ്യരാകണമെന്നാണ്. ക്രിസ്തുവിന്റെ പുതിയ ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്നതും അവർക്ക് പരിവർത്തനം വരുത്തുന്നതും യേശുവിന്റെ പുതിയ പെസഹയാണ്, യേശുവിന്റെ പുതിയ പെസഹ. അതിനാൽ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് ക്രിസ്തു ശിഷ്യന്മാരുടെ പ്രതീകമാണ്. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് ക്രിസ്തു ശിഷ്യന്മാരുടെ പ്രതീകമാണ്, യേശുവിന്റെ ശിഷ്യന്മാരുടെ പ്രതീകം. പുളിപ്പുള്ള അപ്പം എന്ന് പറയുന്നത് മൽക്ക, ക്രിസ്തുവിന്റെ പ്രതീകമാണ്. പുതിയ പെസഹ പുളിപ്പുള്ള അപ്പം കൊണ്ടാണ്. കാരണം എന്താണ്? ക്രിസ്തുവാണ് ആ പുളിപ്പ്. പിണ്ടം മുഴുവൻ പുളിക്കുവാൻ ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന്, ഈസ്റ്റിന് സദൃശമാണ് ദൈവരാജ്യം. ആ പുളിപ്പ് യേശുക്രിസ്തുവാണ്, ആ സ്ത്രീ മറിയമാണ്. ഈ ലോകം മുഴുവൻ രക്ഷാകരമായി പുളിക്കുവാൻ ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശമാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം എന്ന് പറഞ്ഞത് യേശുക്രിസ്തുവാണ്. പുളിപ്പെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്. ഇതാണ് അപ്പോൾ പുളിപ്പുള്ള അപ്പം എന്ന് പറയുന്നത്. മൽക്ക എന്ന് പറഞ്ഞാൽ രാജാവെന്ന വാക്കിനർത്ഥം. അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ 2 വീഡിയോസ് കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്. മൽക്ക, നിങ്ങൾ അതുകൂടി കേൾക്കരുത് ഇതിനോടൊപ്പം. അപ്പോൾ പുളിപ്പുള്ള അപ്പം എന്ന് പറയുന്ന പുതിയ പെസഹ യേശുവിൻ്റെതാണ്. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് പഴയ പെസഹയാണ്. അത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ഉണ്ടാകേണ്ട ഒരു രീതിയാണ്. അതായത് അവരുടെ പുളിപ്പെല്ലാം, പാപമെല്ലാം നീക്കിക്കളയാനാ പറയണേ. അതാണ് ഈ വാക്കിന് പൗലോസിലേക്ക് കൊടുക്കുന്ന അർത്ഥം. നിങ്ങൾക്ക് അതിന്റെ ചക്രവാളം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ വീഡിയോ ഒരു 3-4 പ്രാവശ്യം കേട്ടു നോക്കിയാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആദിമസഭ കണ്ടെത്തിയ പുതിയ ദൈവശാസ്ത്ര ചക്രവാളം. ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ, ചരിത്രത്തിൽ സംഭവിച്ചതിന്റെ വെളിച്ചത്തിൽ മർക്കോസും മത്തായും ലൂക്കായും പൗലോസും കൊടുക്കുന്ന ആ വലിയ ചക്രവാളം, ദൈവശാസ്ത്ര വിശ്വാസ ചക്രവാളം എത്രയെന്ന് നോക്കിയാൽ. പുളിപ്പില്ലാത്ത അപ്പം കഴിഞ്ഞാണ് പുതിയ പെസഹ. പുതിയ പെസഹ, യേശുവിന്റെ പെസഹ പുളിപ്പുള്ള അപ്പം കൊണ്ടാണ്, മൽക്ക കൊണ്ടാണ്, രാജാവിനെ കൊണ്ടാണ്. ദൈവരാജ്യം പുളിപ്പിന് സദൃശമാണ്, ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശം. മറിയം എന്ന സ്ത്രീ ഈ ലോകത്ത് ചേർത്ത പുളിപ്പാണ് യേശുക്രിസ്തു. അവനാണ് ദൈവരാജ്യം. അവനിലൂടെ ദൈവം ഈ ലോകത്തെ ഭരിക്കുന്നു എന്നാണ് എന്റെ ദൈവരാജ്യത്തിന്റെ അർത്ഥം തന്നെ. പുളിപ്പായിരിക്കുന്ന പാപത്തിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ടു നമ്മൾ. അതാണ് പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്വതന്ത്രരാക്കപ്പെട്ടിട്ട് വേണം പുളിപ്പിളപ്പം ഭക്ഷിക്കാൻ വരാൻ. അപ്പൊ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് കുർബാനയ്ക്ക് മുമ്പ് നടക്കേണ്ടതാണ്. അത് നമ്മൾ പുളിക്കാത്തവരായിട്ട് മാറണമെങ്കിൽ, അതായത് കർത്താവ് പറഞ്ഞല്ലോ, ഈ ഫരിസേരുടെ പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവരുടെ വ്യാജ പ്രബോധനം, പാഷാണ്ഡത, ശീഷ്മ, എറണാകുളത്തെ ഫരീദാബാദിലേക്ക് പാഷാണ്ഡത, ശീഷ്മ, അവരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിൽ നിന്ന് മാറണം. അത് കുമ്പസാരക്കൂട്ടിലാണ്. അത് കഴിഞ്ഞ് പെസഹായ്ക്ക് വരികയാണ്, കർത്താവിന്റെ പെസഹായ്ക്ക്. അത് പുളിപ്പുള്ളപ്പം കൊണ്ടാണ്, മൽക്ക കൊണ്ടാണ്,
ക്രിസ്തുവിനെ കൊണ്ടാണ്. ബലിവസ്തുവായ കുഞ്ഞാട് അത് ക്രിസ്തുവാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് യോഹന്നാൻ അവതരിപ്പിക്കുന്ന സംഭവങ്ങളോട് പൂർണ്ണമായി യോജിപ്പിലാണ് പൗലോസ്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു. മഹാപുരോഹിതൻ പഴയ നിയമത്തിലെ കുഞ്ഞാടിനെ അറക്കുന്ന സമയത്ത്, ദേവാലയത്തിൽ അറക്കുന്ന സമയത്ത് നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് യോഹന്നാനോട് ചേർന്ന് പറയാണ്. പക്ഷേ അപ്പോഴും കർത്താവ് അനുഭവിച്ചത്, ആസ്വദിച്ചത് പെസഹ ഭക്ഷണമാണ്. പക്ഷെ യഹൂദരുടെ പെസഹയല്ല, പുളിപ്പില്ലാത്ത അപ്പം കൊണ്ടുള്ള പെസഹയല്ല, മറിച്ച് പുളിപ്പാകുന്ന യേശു തന്നെ ഭക്ഷണമായി കൊടുക്കുകയാണ്. മൽക്ക. അതിലൂടെയാണ് നിത്യം നിലനിൽക്കുന്ന പെസഹ യേശു ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവുമാണ് എന്ന് നമ്മൾ പറയുന്നത്. നിത്യം നിലനിൽക്കുന്ന നവീനമായ പെസഹ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവുമാണ്. അതിലൂടെയാണ് നാം പുറപ്പെട്ട അടുത്ത ലൈഫിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അത് പുതിയ പെസഹ ആയിരിക്കുന്നത്, യഹൂദരുടെ പഴയ പെസഹ അല്ലാത്തത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ആദ്യകാലം മുതൽ യേശുവിന്റെ അന്ത്യഭോജനത്തിന്റെ രക്ഷാകര മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം മാത്രമല്ല ഉണ്ടായിരുന്നെന്നും യേശുവിന്റെ കുരിശും ഉത്ഥാനവും ദിവ്യകാരുണ്യ വരദാനങ്ങളായി മുമ്പേ തന്നെ അന്തർലീനമായിരുന്നുവെന്നുമാണ് ഇതിലിന്റെ ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകണേ. അതുകൊണ്ട് അതിനൊരു പെസഹയായിട്ട്, യഹൂദ പെസഹയായിട്ടല്ല, ഒരു പെസഹയായിട്ട്, യേശുവിന്റെ പെസഹയായിട്ട് ആദ്യമേ സഭ വീക്ഷിച്ചു, സ്ഥിരീകരിച്ചു. മർക്കോസ് അത് എഴുതി, മത്തായി സ്ഥിരീകരിച്ചു, ലൂക്കസ് സ്ഥിരീകരിച്ചു. അതൊരു പുതിയ പെസഹയായിരുന്നു. യേശുവിന്റെ തനത് പെസഹ, യേശുവിന്റെ സ്വന്തമായ പെസഹ, തീർത്തും നവീനമായ പെസഹ, യഹൂദ പെസഹയല്ല. അതുകൊണ്ട് യഹൂദ പെസഹയ്ക്ക് ഉപയോഗിച്ച പുളിപ്പില്ലാത്ത അപ്പമല്ല. ആ പുളിപ്പില്ലാത്ത അപ്പം ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയാണ്. പുളിപ്പുള്ള അപ്പമായ മൽക്കയാണ്, രാജാവെന്ന അർത്ഥമുള്ള മൽക്കയാണ്, യേശു എന്ന പുളിപ്പാണ് അവർക്ക് ഭക്ഷണമായി നൽകിയത്. അതുകൊണ്ട് പൗരസ്ത്യ സഭകൾ തുടക്കം മുതൽ മൽക്കയാണ് കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. മൽക്ക കിട്ടാനില്ലെങ്കിൽ പുളിപ്പില്ലാത്ത ഉപ്പ് ഉപയോഗിച്ചിരുന്നു. പക്ഷെ പൗരസ്ത്യ സഭ പണ്ട് മുതൽ അതെങ്ങനെ പകർന്നു കിട്ടിയെന്നൊക്കെ ഞാൻ ആ 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മണ്ണൂരമ്പലത്തിന്റെ പുസ്തകത്തിൽ നിന്നും കോട്ട് ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായൊരു വ്യാഖ്യാനമാണ് അച്ഛൻ നൽകുന്നത്. നിങ്ങളതെല്ലാം കേട്ട് പഠിക്കണമെന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ഈ വിശുദ്ധ വാരം അങ്ങനെ സന്തോഷപ്രദമാക്കണമെന്നും വിമത വൈദികർ, മുന്നേറ്റക്കാരും പറയുന്ന വ്യാഖ്യാനങ്ങളുടെ അതെല്ലാം വ്യാഖ്യാനങ്ങൾ തെറ്റാണെന്ന് ഗ്രഹിക്കണമെന്നും അത് ശീഷ്മയുണ്ടാക്കാൻ വേണ്ടി പാഷാണ്ഡത പഠിപ്പിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. സത്യവിശ്വാസം തിരിച്ചറിയുമ്പോഴാണ് പാഷാണ്ഡത തിരിച്ചറിയുക. ഇത് കഴിയട്ടെ. ഇതാണ് വിശുദ്ധ വാരത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. കുരിശിന്റെ വഴി നടത്തണം, തിരുക്കർമ്മങ്ങളൊക്കെ പങ്കെടുക്കണം, കൂട്ടത്തിൽ ഈ വചനത്തിന് ആഴത്തിലേക്ക് കടക്കണം. അങ്ങനെ കർത്താവിന്റെ കൃപ നമ്മിൽ നിറയണം. വചനത്തിലൂടെയും നിറയണം, കൂദാശയിലൂടെയും നിറയണം. രണ്ടും സംഭവിക്കട്ടെ ഈ വിശുദ്ധ വാരത്തിൽ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.